ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ CA, വിമ്പിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വിമ്പിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. വിശേഷിച്ചും എല്ലാ വെള്ളിയാഴ്ചകളിലും നിസാബ് സാറിൻ്റെ സൈക്കോ തെറാപ്പി അനുബന്ധമായിട്ടുള്ള വ്യത്യസ്ത തെറാപ്പികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സെഷനുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു പുതിയ തെറാപ്പി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചൈൽഡ് പാരന്റ് ഇന്ററാക്ഷൻ തെറാപ്പി. ആ ഒരു തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വിമ്പിൾ അക്കാദമിയിൽ സൈക്കോളജി, സൈക്കോ തെറാപ്പി, കൗൺസിലിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. വിശേഷിച്ചും കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പി, ABA തെറാപ്പി, പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ വളരെ ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ ഫീ മേടിച്ചുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് CBTയിൽ മാത്രം നമുക്ക് 500 സ്റ്റുഡൻസ് ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നെക്സ്റ്റ് ബാച്ച്, CBTയുടെ അടുത്ത നെക്സ്റ്റ് ബാച്ച് ഈ ഞായറാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കോഴ്സ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ വിമ്പിൾ അക്കാദമിയിലെ ഫാക്കൽറ്റി ആയിട്ടുള്ള നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. അദ്ദേഹം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമാണ്. കാലിക്കറ്റ് സ്വദേശിയാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് സാറ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാറിൻ്റെ വർക്ക്ഷോപ്പുകളിലും കോഴ്സുകളിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഭൂരിഭാഗം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് സാറ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടായിരിക്കും പോവുക. അതേപോലെ തന്നെ PPT, സാർ എടുക്കുന്ന PPT നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാബ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷങ്ങളൊക്കെ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറിന് സുഖല്ലേ? നമ്മളെ സുഖം തന്നെ, വളരെ സന്തോഷമായി പോകുന്നു. ഇപ്പൊ ഒരു വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ റീജോയിൻ ചെയ്തില്ലേ, ഒരുപാട് ആളുകൾ ഡ്യൂട്ടി കയറി, പിന്നെ കുട്ടികളുമായിട്ട് അതൊരു വീണ്ടും അടിപിടി തുടങ്ങി. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു തെറാപ്പിയായിട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു തെറാപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ഒരു തെറാപ്പി IPCT എന്ന് പറയുന്നത് ഇതുവരെ അത് ഏതൊരു അക്കാദമി പഠിപ്പിക്കാറുമില്ല. അതിനെപ്പറ്റി ആളുകൾ അന്വേഷിച്ച് പോകാറില്ല. മിനിമം ആളുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പിയാണ് പഠിക്കാറ് കുട്ടികളുമായിട്ട്. പക്ഷെ ഇത് രണ്ടും എന്താണ്, IPCT ഇല്ലാതെ ബിഹേവിയറൽ മാനേജ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ബിഹേവിയർ മാനേജ് മുന്നോട്ട് പോകണമെങ്കിൽ IPCT നിർബന്ധമായിട്ടുള്ള ചില കണക്ഷൻസുകൾ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു തെറാപ്പിയുമായിട്ട് സെഷനിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആളുകൾ സാറ് പറഞ്ഞതുപോലെ തന്നെ പരിചയമുള്ള ആളുകളാണ്. വീണ്ടും വീണ്ടും കാണുന്നതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഓക്കെ, അപ്പോ സാധാരണ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് വന്നൊരു കേസ് ഉണ്ട്. തുടക്കം കേസുമായിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കേസായിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോ അമ്മയുടെ മെയിൻ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രസന്റ് പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മകളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല.
അപ്പോ നമ്മൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം ഇതിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റാതെ ഇവരെ പിന്നീട് ഇവരുമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോ ഇവര് പറയണത് എന്നാൽ ഒരു 8-9 വയസ്സ് വരെ കുട്ടി വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ മക്കളെ വളർത്തുന്നതിൽ അതിലൊന്നും ഞങ്ങൾ ഒരിക്കലും അവരെ ബാധിപ്പിച്ചിട്ടില്ല. ഞാനും ഹസ്ബൻഡുമായി ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു വാക്കാൽ പോലും കുട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ അത് പ്രകടിപ്പിച്ചിട്ടില്ല. കുട്ടി പഠനത്തിൽ വളരെ ഉഷാറാണ്. പിന്നെ ഫ്രണ്ട് സർക്കിൾ കൂടുതലൊന്നും ഇല്ലെങ്കിൽ പോലും ക്ലാസ്സുകളിലൊക്കെ ആക്റ്റീവ് ആണ്. പക്ഷേ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് കുട്ടി വളരെ സൈലന്റ് ആണ്. ആരോടും മിണ്ടുന്നില്ല. ക്ലാസ്സിലൊക്കെ പോകുന്നു. മടിയും കാര്യങ്ങളൊന്നുമില്ല. പഠനത്തിൽ എല്ലാ ഹോംവർക്കും ചെയ്യുന്നു. ടീച്ചർക്ക് പ്രിയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആണ് ഈ കുട്ടി. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പാരന്റ് പല രീതിയിലും കുട്ടിയോട് ചോദിച്ചു. കുട്ടിയോട് ഞാൻ സംസാരിച്ച സമയത്ത് പാരന്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? കുട്ടി വഴക്ക് പറയാറുണ്ടോ? അതൊക്കെ ചോദിച്ചു. പക്ഷെ ഒരു കാരണം കുട്ടി പറഞ്ഞു അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കില് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ കുട്ടിയും അമ്മയുമായി സംസാരത്തിൽ ഈ അമ്മക്ക് വല്ലാത്തൊരു സങ്കടായി. സങ്കടം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഉണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ കുട്ടി ആക്റ്റീവ് അല്ല, സംസാരിക്കുന്നില്ല, എല്ലാം ഒതുങ്ങി ജീവിക്കുന്നത് പോലെ. പക്ഷെ ഈ ഒരു കേസിൽ സംഭവിച്ചത് എന്തായിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഈ ഒരു പിന്നെ ഞാൻ ഈ ഒരു PCT എന്ന് പറയുന്ന PCIT എന്ന് പറയുന്ന ഒരു തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റീവ് ആയപ്പം അതിൽ വല്ലാത്തൊരു മാറ്റങ്ങൾ ഉണ്ടായി. അതിന്റെ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു തെറാപ്പിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ കേസിൽ നമ്മൾ കുട്ടിയോട് സംസാരിച്ച സമയത്ത് കുട്ടി പറയുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ സാധാരണ നോർമൽ ആയിട്ട് ജീവിക്കുന്നു, ഒക്കെ പോകുന്നു. കാരണം എനിക്ക് എന്റെ നീഡ്സുകൾ കുറെ ഉണ്ട്, അത് അമ്മയൊക്കെ നടത്തി തരുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് കിട്ടുന്ന കെയർ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അത് എന്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അത് അവരെ പ്രശ്നമല്ല, എന്റെയും ഒരു പ്രശ്നമല്ല. ഇങ്ങനത്തെ കേസ്, കാരണം ഇതിന് സിംറ്റംസുകൾ ഒന്നുമില്ല. ഈ ഒരു കേസിൽ നമുക്കൊരു സിംറ്റംസും ഇല്ല. ഒരു ക്ലിനിക്കിൽ ഒരു കുട്ടിയായിട്ട് അമ്മ വരികയാണ്, യാതൊരു സിംറ്റംസും ഇല്ല. കാരണം കുട്ടി പഠിക്കുന്നതിലൊക്കെ, ഇന്ററാക്ഷൻ ഒക്കെ, എല്ലാത്തിലും ഓക്കെ. പക്ഷെ ദിസ് ഇസ് ഹൗ കം, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് കുട്ടിയിൽ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു തെറാപ്പിയിലേക്ക് ഞാൻ ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കേസ് പറഞ്ഞിട്ടുള്ളത്, ഈ കേസ് നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ കേസ് മുമ്പ് പോകുമ്പോൾ ഈ തെറാപ്പി തീരുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക ഈ ഒരു കേസിലേക്ക്. ഓക്കെ, അപ്പോ IPCT, അതായത് PCT എന്ന് പറയും, PCIT എന്നൊക്കെ പറയും, ഇന്ററാക്ഷൻ പാരന്റ് ചൈൽഡ് തെറാപ്പി എന്നാണ് പറയാ. അപ്പോ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു തെറാപ്പിയുടെ ഉദ്ദേശം എന്നത് പറയുന്നത് തന്നെ പാരന്റ് ചൈൽഡ്, അതായത് കുട്ടിയും രക്ഷിതാക്കളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ബിഹേവിയർ ചലഞ്ചസ്, അതായത് ഒരുപാട് മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ പല മോശമായിട്ടുള്ള ചില സമയത്ത് അഗ്രഷൻ, അങ്ങനത്തെ പല കുട്ടിക്ക് സ്വഭാവമുണ്ട്. അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ചലഞ്ചസിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് നല്ലൊരു ബിഹേവിയർ ഉണ്ടായി കൊടുക്കുക എന്നതാണ് ഈ ഒരു PCIT തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഒരു PCIT? നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, ഒരു എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണിത്. അതായത് കൊഗ്നിറ്റീവ് ബിഹേവിയറിൽ കണക്റ്റീവ് ആണ്, ബിഹേവിയർ മാനേജ്മെന്റ് പിന്നെ കണക്റ്റീവ് ആണ്, DBT കണക്റ്റീവ് ആണ്. മൊത്തത്തിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ തെറാപ്പികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണിത്. പിന്നെ മെയിൻ ആയിട്ട് കുട്ടികൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അതായത് കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ, അതുപോലെ കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, ഏതൊക്കെ തരത്തിലുള്ള വികാരങ്ങളാണ് കുട്ടി പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ ഡിഫിക്കൽട്ട്, അതായത് പുറത്തുള്ള സാമൂഹികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പി. പിന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു തെറാപ്പി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രക്ഷിതാവും കുട്ടിയുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പരമാവധി എന്താണ് കുട്ടിയുടെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ട്, അതായത് നെഗറ്റീവ്, കുട്ടി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ ഒരുപാട് ODD ADHD ഉള്ള കുട്ടികളൊക്കെ എന്താണ് അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കമ്പൈൻസ് പ്ലേ തെറാപ്പി, അതായത് രക്ഷിതാവും കുട്ടിയും ഒരുമിച്ചുള്ള ഒരു തെറാപ്പിയാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഉള്ള ഒരു ഇന്റർവെൻഷൻ ആണ് നമ്മൾ കൊടുക്കുക ഈ തെറാപ്പി കൊണ്ട്. അപ്പോ ഈ ഒരു ഗോൾസ് മെയിൻ ആയിട്ട് ഈ ഒരു ഗോൾസ് എന്ന് പറയുന്നത് രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ഒരു സ്ട്രെങ്ത് ശക്തിപ്പെടുത്തുക എന്നാണ്, റിലേഷൻഷിപ്പ്.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മൾ രക്ഷിതാക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, നല്ല രീതിയിലുള്ള ഒരു അച്ചടക്കം നമ്മൾ രക്ഷിതാക്കളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കുട്ടിയും രക്ഷിതാക്കളും തമ്മിൽ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അതിലൂടെ എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഗോൾ സി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ഉള്ള ബിഹേവിയർസിനെ കുട്ടികളിൽ കണ്ടെത്തി അത് റെഡ്യൂസ് ചെയ്യാൻ, പിന്നെ ഇതേപോലെ തന്നെ പോസിറ്റീവായിട്ട് നല്ല സ്വഭാവം, അതായത് ഒരു കുട്ടിയുടെ മോശമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് കണ്ടെത്തി അതിനെന്താണ് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്ത് ഒരു പോസിറ്റീവായ ബിഹേവിയർ റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ, അതായത് കുട്ടികളെ വൈകാരികമായിട്ടുള്ള നിയന്ത്രിക്കാനുള്ള കഴിവ്. കുട്ടിക്ക് ഒരു സമയത്ത് കരയാനുള്ള ഒരു അവകാശം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ എന്തിനാണ് കുട്ടി കരയണത്, അതിന്റെ നീഡ്സ് എന്താണ്, അത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നിനക്ക് കരയണം, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, കുട്ടി എന്തിനാണ് കരയുന്നത്, ഇത് കരയേണ്ട ഒരു അവസ്ഥ തന്നെയാണോ, ഇനിയിപ്പോ ചിരിക്കുകയാണ് കുട്ടി, ഒരുപാട് വെറുതെ അങ്ങോട്ട് ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയാണ്, അങ്ങനെ എന്തുമായിരിക്കോട്ടെ, അതെന്താണ് കുട്ടീനെ ഇമോഷണൽ റെഗുലേഷൻ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് ഈ ഒരു തെറാപ്പിയുടെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് പിന്നെ ODD അതേപോലെ തന്നെ ADHD ഉള്ള കുട്ടികൾ, പിന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ റിലേറ്റഡ് ആയിട്ട് ബിഹേവിയർ ഉള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേസ് ആയിട്ടുള്ള കുട്ടികളിൽ. ഡെവലപ്മെന്റ് ആയ ഡിലേസ് എന്ന് പറയുന്ന കുട്ടികൾ തുടക്കത്തിൽ തന്നെ കുട്ടികൾ കരയാത്ത കുട്ടികൾ, പ്രസവ സമയത്ത് വരുന്ന സമയത്ത് കരയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പെട്ടെന്ന് 1 വയസ്സായിട്ടും 1.5 വയസ്സായിട്ടും സംസാരിക്കാത്ത കുട്ടികളിൽ, പിന്നെ നടക്കാൻ പറ്റാത്ത കുട്ടികൾ, ഇങ്ങനത്തെ എന്താണ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉള്ള കുട്ടികളൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. പിന്നെ നല്ലത് രീതിയിൽ എന്താണ് ഈ കുട്ടിയും പാരന്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവോഴ്സ്ഡ് ആയിട്ട് കേസുകൾ, അഡോപ്റ്റഡ് ആയിട്ടുള്ള ചില കുട്ടികളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പാരന്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിലവിലുണ്ടാവില്ല, ഒന്നുകിൽ ഉണ്ടെങ്കിൽ പോലും വളരെ കുറവായിരിക്കും. അത് കൂടുതലാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു തെറാപ്പി കൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ ഇതിന്റെ മെയിൻ കണ്ടന്റ്, അതായത് കുറച്ച് കണ്ടന്റുകൾ പ്രധാനമായിട്ടും പറയുന്നത് CDI ആൻഡ് PDI എന്നാണ് ഇതിൽ പറയാ. അന്നപ്പോ ആദ്യം CDI എന്ന് പറയുന്നത് ചൈൽഡ് ഡയറക്ടർ ഇന്ററാക്ഷൻ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു തെറാപ്പി. അതായത് നമ്മളെ മുമ്പിൽ കുട്ടികൾ വരുന്നു, രക്ഷിതാക്കളും ഒരുമിച്ച് വരുന്നു, എന്താണ് നമുക്ക് കുറച്ച് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് അത് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ കൂടെ എന്താണ് രക്ഷിതാക്കളെ ഇരുത്തി അവരുമായിട്ട് എന്താണ് ഈ ഒരു കുട്ടിക്ക് എന്താണ് തെറാപ്പി കൊടുക്കുന്നത് അത് പാരന്റിലൂടെ പറഞ്ഞ് എന്താണ് അത് കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രധാനമായിട്ട് ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് പ്രൈഡ് എന്ന് പറയുന്ന സ്കില്ലാണ്, 5 സ്കില്ലാണ്. PRID ആണ്. P എന്ന് പറയുന്നത് പ്രൈസ് ആണ്, സെക്കൻഡ് R എന്നത് റിഫ്ലക്റ്റ് ആണ്, I എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ആണ്, ഡിസ്ക്രൈബ് ആൻഡ് എൻജോയ് ആൻഡ് എൻകറേജ്മെന്റ് എന്നും പറയും. ഈ ഒരു പ്രൈഡ് എന്ന സ്കില്ലാണ് ഈ തെറാപ്പിയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു വരാം. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CDI എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ചൈൽഡിന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ PDI എന്ന് പറയുന്നത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തെറാപ്പി സെഷനിൽ തന്നെ ഇന്ററാക്ഷൻ, അതായത് ഇനീഷ്യൽ സെഷനിൽ തന്നെ പാരന്റുമായിട്ട് നമ്മൾ സംസാരിച്ച് എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടിയുടെ നിലവിലുള്ളവർക്ക് എങ്ങനെയാണ് കുട്ടിയുടെ റിലേഷൻഷിപ്പ്, അതിൽ എത്രത്തോളം കുട്ടിയെ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, കുട്ടി ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ എന്താണ് ഇവരോട് ചോദിച്ചിട്ട് അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജിങ് ചൈൽഡ് ബിഹേവിയർ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുമൂലം എന്താണ് അവർ തന്നെ എന്താണ് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളുടെ ദൂരെ പ്ലേ തെറാപ്പിയോ അല്ലെങ്കിൽ ആർട്ട് തെറാപ്പിയോ ഇനി ഏതൊക്കെ കളിയിലാണോ എന്തൊക്കെ രൂപത്തിലാണോ എന്നുള്ളത് നമുക്ക് അവർക്ക് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു തെറാപ്പി സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പാരന്റ്, നിങ്ങൾ ഒരു കുട്ടിയെ നിങ്ങൾ കൊടുക്കുന്ന കൂടുതൽ ഒരുപാട് എക്സ്പെക്ടേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത് പെട്ടെന്ന്. അതായത് കുറച്ച് എന്താണ് ചെറിയ രീതിയിൽ എന്താണ് കൺസിസ്റ്റന്റ് ആയി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ തെറാപ്പിയുടെ നിങ്ങൾക്ക് റിസൾട്ട്, അതിന്റെ കോൺസിക്വൻസ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്താണ് ഈ ഒരു റിസൾട്ട്, നല്ലൊരു എക്സ്പെക്ടേഷൻ റിസൾട്ട് നിങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ഒരു ഫോളോ അപ്പ് നിങ്ങൾ നടത്തണം. അത് എന്താണ് ഈ ഒരു PDI സെഷനിൽ വരുന്നതാണ്. കറക്റ്റ് നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്തോ തെറാപ്പി സെഷനിലോ പാരന്റ് പറഞ്ഞ് കൊടുക്കണം. ഇത് കാരണം എന്താണ് നമുക്കൊരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ എന്താണ് ഇതിവിടെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് പാരന്റിന്. ആ അഡ്വൈസ് കൊടുക്കുന്നത് മൂലം എന്താണ് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ് ശരിക്കും ഇവിടെ തെറാപ്പിസ്റ്റ് ആയിട്ട് ആരാ വരുന്നത്, പാരന്റ് ആണ് വരുന്നത്.
അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തെറാപ്പിയിൽ പാരന്റിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് നമുക്കിനി ഓരോന്നായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് ഫ്രൈഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 5 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോ ഈ 5 കാര്യങ്ങളിലും പിന്നെ ഒന്നാമത്തത് അതായത് പിന്നെ പ്രൈസ്, അതായത് ഇവർക്ക് കുട്ടികൾക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, പാരന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഉചിതമായിട്ടുള്ള ഒരു പിന്നെ ഒരു ബിഹേവിയറിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഉദാഹരണമായിട്ട് പിന്നെ കുട്ടികൾ ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ചാൽ, അപ്പം സാധാരണയായിട്ട് ഒരു ODD ADHD കുട്ടി ഒരു ചിത്രം വരച്ചു എന്ന് വിചാരിക്കുക. ആ ചിത്രം വരച്ച സമയത്ത് കുട്ടി നമ്മളെ വന്ന് രക്ഷിതാവിനെ കാണിക്കുകയാണ്. അപ്പൊ ആ രക്ഷിതാവിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താണ് റിസൾട്ട് ആ കുട്ടിക്ക് കൊടുക്കുക. നീ നന്നായി വരച്ചല്ലോ. അവിടെയാണ് കുട്ടി കറക്റ്റ് ആയിട്ട് കുട്ടി എന്ത് പോസിറ്റീവായ കാര്യം ചെയ്തിട്ടുള്ള കറക്റ്റ് സമയത്ത് എന്താണ് അതിനെ പ്രശംസിക്കുക എന്നുള്ളത്. അതായത് ആശംസകൾ അറിയിക്കുക, നന്നായിട്ടുണ്ട്, വളരെ നന്നായി ചെയ്തു എന്ന് പറയുക. പിന്നെ അതേപോലെ നമ്മൾ 6ലേക്ക് പോകുന്ന സമയത്ത് അതായത് റിഫ്ലക്ട്, കുട്ടി എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അതായത് പിന്നെ കുട്ടി പറയാണ് ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. അപ്പോ ഈ സമയത്ത് കുട്ടി ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു എന്താണ് നീ ചെയ്യുന്നത്? അപ്പൊ കുട്ടി പറയാണ് ഞാൻ ആ ചിത്രം വരയ്ക്കുകയാണ്. അപ്പൊ സമയത്ത് രക്ഷിതാക്കൾ മറുപടി കൊടുക്കും, നീ ആ ചിത്രം നന്നായി വരയ്ക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്താണ്, നീ നല്ല രീതിയിൽ വരച്ചോ എന്നുള്ളത്. മുമ്പ് എന്താണ് ഒരു പ്രശംസ, അതായത് ഒരു കുട്ടി ബിഹേവിയർ കാണിച്ചു, അതിനെ നമ്മൾ ആശംസ അറിയിപ്പിച്ചു. അതേ സമയത്ത് ഈ ഒരു കുട്ടി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് എഴുതുകയോ എനിക്ക് കളിക്കുകയോ എന്ത് ചെയ്യുക, അപ്പൊ ആ കുട്ടികൾ നിനക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, അപ്പൊ നീ അത് നല്ലോണം ചെയ്തോ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ I എന്ന് പറയുന്നത് ഇമിറ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ, ഒരു കളിക്കാനോ മറ്റേതിലൊക്കെ കളിക്കാൻ എന്തൊക്കെ കളിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ, ഇപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എന്താണ് ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു ടോയ് എടുത്ത് കളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂടെ ഇരിക്കുക, അതിന്റെ കൂടെ നിന്ന് ആ പാരന്റിനോട് കളിക്കാൻ പറയുക എന്നുള്ളതാണ് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് കുട്ടിയുടെ നിലവിലുള്ള ഒരു സ്വഭാവമുണ്ട്, അതായത് കുട്ടി കളിക്കുന്നതല്ലാത്ത അപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ സ്വഭാവമുണ്ട്. ക്ലാസ്സിലാണ്, സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളായിരിക്കാം, എന്തുമായിക്കോട്ടെ, കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത്, ഏത് സമയത്ത് എന്ത് ചെയ്യും, നല്ല കാര്യം നമുക്ക് തോന്നും. കുട്ടി കളിക്കാനിരിക്കുന്ന സമയത്ത് കൂടെ പാരന്റിനോട് നമ്മൾ പറയാൻ, നിങ്ങൾ അവിടെ കൂടെ ഇരുന്നിട്ട് കുട്ടി എന്താണോ ചെയ്യുന്നത് അത് റിപ്പീറ്റഡ് ആയി ചെയ്യാൻ പറയാം. കുട്ടി കളിക്കുകയാണ്, കൂടെ ഒന്ന് കളിക്കുക എന്നുള്ള രീതിയിൽ. ഇനി അടുത്തത് D എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ആണ്. അതായത് കുട്ടിയുടെ അറ്റൻഷൻ, അതായത് ഈ സാധാരണ ഇവിടെ D എന്ന് പറയുന്ന കുട്ടി ആ ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം അറ്റൻഷൻ ഉണ്ട് എന്നുള്ളത് പാരന്റ് അറിയുക. കാരണം ആ ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കുകയാണ് കുട്ടിക്ക് ടോയ്സ് കൊണ്ട്, മറ്റുള്ള ഒരു കട്ടകൾ കൊണ്ട്, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അതിലേക്ക് എത്ര അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കുട്ടി അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ആ പാരന്റ് ശ്രദ്ധിച്ചിട്ട് അത് കുട്ടി ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ചിലപ്പോൾ വെക്കുന്നത് കറക്റ്റ് ആണോ എങ്കിൽ എന്താണ് പാരന്റിനോട് അടുത്ത് പോയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കും, കുട്ടിനോട് പറയാ ഇതങ്ങനെയല്ല, ഇതിവിടെ മാറ്റി വെച്ചാൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ്, ഈ ഒരു 4 സ്റ്റേജിലേക്ക് പ്രൈഡ് എന്ന് വരെ എത്തുമ്പോൾ തന്നെ ഒരു പാരന്റ് കുട്ടിയുമായിട്ട് ഏകദേശം അടുക്കും. അപ്പോ എന്താണ്, നോർമലായി ഇതുവരെ കിട്ടാത്ത ഒരു സ്വഭാവമാണ് പാരന്റിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയത്. കുട്ടി എന്താണ് നമ്മൾ പറയുന്നത് അതേപോലെ അനുസരിക്കുകയും ചെയ്യാണ്. ഇനിയിപ്പോ ഈ എന്ന ഇതിലേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടെ നമ്മൾ ഒരിക്കലും ഏകദേശം ഒരു 50% പാരന്റിൽ നിന്ന് കിട്ടാത്ത ഒരു ഇതാണ് ഇവിടെ ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത്. കുട്ടികളുമായിട്ട് അറ്റ്ലീസ്റ്റ് പരമാവധി സമയം കളയുക എന്നുള്ളത്. ഏകദേശം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും കുട്ടികളുമായിട്ട് അവരുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ അവരുമായിട്ട് കൂടെ കളിക്കാനിരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു എൻജോയ്മെന്റ് എന്നുള്ളതിൽ പറയുന്നത്. ഈ ഒരു തെറാപ്പിയുടെ പ്രധാനമായിട്ടും ഈ ഒരു എന്താണ് റിഫ്ലക്റ്റ് മുതൽ പ്രൈസ് മുതൽ എൻജോയ് വരെ ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് തെറാപ്പിയിൽ പാരന്റിനെ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ കുട്ടികൾ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. സ്വഭാവത്തിൽ തന്നെയല്ല, പഠനത്തിലുണ്ടാവും. അവർ എല്ലാത്തിനും ശ്രദ്ധിച്ചു തുടങ്ങും. നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിലേക്ക്
നമുക്ക് പോകാം. PCITന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ അസസ്മെന്റ് തന്നെയാണ്. സാധാരണ ഇനീഷ്യൽ അസസ്മെന്റിലേക്ക് നമുക്ക് പോകുമ്പോൾ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഡെവലപ്മെന്റ് സ്റ്റേജ് മുതൽ, അതായത് കുട്ടി ജനിച്ച അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാം. ഇപ്പൊ അത് പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത കേസ് ഒരു 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സൊക്കെ ആയിരിക്കും. അന്നപ്പോ എന്താണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ ഉണ്ടാവില്ല. ഇനി 10 11 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണെങ്കിൽ ചിലപ്പോൾ അതിന് കുറെ ചിലപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. അപ്പോ ഇവിടെ എന്താണ് കുട്ടികൾ എന്താ തുടക്കത്തിൽ കുട്ടി ജനിച്ചത് മുതൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്ന് മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്, എന്നാണ് കുട്ടി പഠനത്തിൽ വേക്കൗട്ട് ആയത് എന്നുള്ള രീതിയിലുള്ള നല്ലൊരു റാപ്പോ ബിൽഡപ്പ് നമ്മൾ എന്താണ് ആരോടാണ് ഉണ്ടാക്കേണ്ടത്? സാധാരണ നമ്മൾ ക്ലയന്റിനോടല്ല ചെയ്യാറ്. പക്ഷെ ഇവിടെ നമ്മൾ രക്ഷിതാക്കളുമായിട്ടാണ് ഇനീഷ്യൽ അസസ്മെന്റ് എല്ലാം എടുക്കേണ്ടത്. അതിനുശേഷം ഗോൾ സെറ്റിംഗും എന്താണ് രക്ഷിതാക്കൾക്കാണ് കൊടുക്കുന്നത്, കുട്ടികൾക്കല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനീഷ്യൽ അസസ്മെന്റ് എന്താണ് രക്ഷിതാക്കളുമായിട്ട് നമ്മൾ റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഗോൾ സെറ്റിംഗ് ആർക്കാ കൊടുക്കുന്നത്, അതും രക്ഷിതാക്കൾക്ക് തന്നെയാണ്. പിന്നെ അതിനുശേഷം എന്താണ് CDI ടീച്ചിങ് കോച്ച്, അതായത് CDI കുട്ടികളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ അവരുമായിട്ട് കൂടെ ചെലവഴിക്കണമെന്ന് നമ്മൾ എന്താണ് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാരന്റിനെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് പാരന്റുമായിട്ട് എങ്ങനത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് നമ്മൾ എന്താണ് അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ എന്താണ് കുട്ടികൾക്കും എന്താണ് നമുക്ക് പറഞ്ഞു ഒരു കഥകളിലൂടെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അതുമായിട്ട് എന്താണ് നമ്മൾ എന്താണ് ഈ ഒരു പ്രോസസ്സിൽ, അതായത് ഈ ഇനീഷ്യൽ സെഷനിൽ തന്നെ എന്താണ് ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞു, രണ്ടാം സെഷൻ കറക്റ്റ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം. അതായത് നമ്മളടുത്ത് വന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കി, കുട്ടിയുടെ കാര്യം രക്ഷിതാവിന്റെ കാര്യം ഒക്കെ റിപ്പോർട്ട് ഉണ്ടാക്കി. ഇവിടെ എന്താണ് സാധാരണ നോർമൽ പോലെ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ 2 റിപ്പോർട്ട് ഉണ്ടാക്കണം. ഒന്ന് പാരന്റിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കണം, അതേപോലെ തന്നെ കുട്ടികളെ റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. എന്താണ് കുട്ടി ഈ പാരന്റ് വീട്ടിൽ ചെന്നിട്ട് ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിയിലേക്ക് അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, കുട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് മോണിറ്റർ ചെയ്യപ്പോഴത്തെ കാലത്ത് ഫോൺ വിളി ആയിരിക്കാം, മെസ്സേജുകളായിരിക്കാം, എന്താണ് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അന്വേഷിക്കണം. മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്തൊക്കെ ചെയ്തു, കുട്ടിക്ക് നമ്മൾ പറഞ്ഞ കാര്യം കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അത് ഇന്ററാക്ട് ചെയ്തിട്ടത്, എങ്ങനെയാണ് കുട്ടികൾ നിങ്ങളോട് സംസാരിച്ചത് എന്നൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ എന്താണ് സ്കില്ല് പരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു പാരന്റുമായിട്ട് ഏകദേശം നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ആയതിനു ശേഷം തന്നെ കുട്ടികൾ ചിലപ്പോൾ നമ്മളടുത്ത് പിന്നെ വരാനും, കാരണം ഏകദേശം കുട്ടി ആഗ്രഹിച്ച ഒരു പാരന്റിനെ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടിക്കാണും. കാരണം പാരന്റ് നിലവിലുള്ള പാരന്റ് അല്ല, ഒന്ന് മാറി. ഈ ഒരു തെറാപ്പി സെഷന് ശേഷം പാരന്റ് മാറി തുടങ്ങി, കുട്ടിയോട് പഴയതുപോലെ ചീത്ത പറയുന്നില്ല, പിന്നെ അടിക്കുന്നില്ല, പഠിക്കാൻ പറയുന്നില്ല എന്നൊക്കെ, കുട്ടിയുടെ കൂടെ കളിക്കാനിരിക്കുന്നു എന്നൊക്കെ വരുമ്പോ സമയത്ത് കുട്ടി ഓൾറെഡി മാറ്റങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. അപ്പൊ അതിനുശേഷം നമുക്ക് കുട്ടിക്ക് എന്താണ് ആവശ്യമുള്ളത്, കുട്ടി എന്താണ് നിലവിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഉള്ളത്, അതിനെന്താണ് ചിത്രം വരക്കാനാണോ, പാട്ട് പാടാനാണോ, ഇനി എന്തെങ്കിലും ഗെയിംസിൽ പരമായിട്ടുള്ളതാണോ, ആ ടെക്നിക്കൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ നമ്മൾ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു PCITന്റെ കോച്ചിങ് ടെക്നിക്ക്, അതായത് നിലവില് അവര് പിന്നെ ഓരോ സെഷനും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ ചിലപ്പോ 1 മണിക്കൂറോ 2 മണിക്കൂറോ, ചിലപ്പോൾ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. അപ്പോ ആ സമയത്ത് ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ സെഷന്റെ ഫീഡ്ബാക്ക് പാരന്റിനോട് ചോദിക്കുക. അതായത് 1 മണിക്കൂർ നിങ്ങൾ എന്റെ എടുത്തിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം അവരോട് ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ കുട്ടിക്കായിട്ട് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും കാര്യം കുട്ടിയോട് ചെയ്യാൻ പറയുന്ന പോലെ ചിലപ്പോൾ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും എതിർക്കും, വിളിച്ചാൽ വരില്ല. അപ്പൊ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണ് പാരന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവിടെ കുട്ടിയുമായിട്ട് റോൾ പ്ലേ ചെയ്യുക എന്നുള്ളത്. റോൾ പ്ലേ ചെയ്യുക എന്നാൽ കുട്ടി എവിടെയാണെന്നോ വിളിച്ചിട്ട് വരാത്തത്, അല്ല പറഞ്ഞാൽ കേൾക്കത്, തൽക്കാലം കുട്ടിയോട് അത് ചെയ്യണ്ട, അല്ലെങ്കിൽ നിനക്ക് വേറൊരു കാര്യം ചെയ്യുക, കുട്ടിയുടെ മൈൻഡ് മാറ്റാം എന്നുള്ള രീതിയിൽ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് പാരന്റിനെ പറയും, ഇന്ന രീതിയിൽ കുട്ടികളുമായിട്ട് ഇടപെടണം, ഇന്ന രീതിയിൽ കുട്ടിക്ക് സ്കില്ല് കൊടുക്കണം എന്നുള്ള രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുക്കുക. പാരന്റിന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇത് ചെയ്തോളൂ, കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളത്. പിന്നെ
ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഏറ്റവും നല്ലത് നമുക്ക് ബെനിഫിറ്റ് ആണ് ഇതിന് വേണ്ടത്. ഒരു ചൈൽഡ് പാരന്റിനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ രീതിയിലുള്ള ചിലപ്പോൾ പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന, നേരത്തെ ഒരു കേസ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പാരന്റ് വരുമ്പോൾ എന്താണ് നമ്മൾ വളരെ റിലേഷൻഷിപ്പ് ശക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് കുട്ടികളിൽ ഉണ്ടാവുന്ന കോപം, പിന്നെ അതേപോലെ തന്നെ ആത്മാഭിമാനം, അതേപോലെ തന്നെ വൈകാരികമായിട്ടുള്ള നിയന്ത്രണ പ്രശ്നങ്ങൾ, പിന്നെ അനുസരണക്കേട്, ഇതൊക്കെ എന്താണ് നമ്മൾ എന്താണ് പരമാവധി എന്താണ് കുറയ്ക്കുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ നമ്മൾ ചിലപ്പോൾ സാധാരണയായിട്ട് കുട്ടി ഭയങ്കര രീതിയിൽ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളും അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് കുട്ടീന്റെ പ്രതികരണം ഉണ്ടാവുക. അപ്പൊ കുട്ടി ആ സമയത്ത് സിറ്റുവേഷൻ എന്താണ്, കുട്ടി വളരെ എന്താണ് അഗ്രഷൻ ആണ്. ആ സമയത്ത് എന്താണ് നമ്മളൊന്ന് സൈലന്റ് ആവുക, ഒന്നെന്താണ് ആ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മാറിക്കൊടുക്കുക. കുട്ടി എന്താണ് ചെയ്യേണ്ടത് ചെയ്യട്ടെ എന്നുള്ള രീതി. ചിലപ്പോൾ കൂടുതൽ വയലന്റ് ആവുന്ന കുട്ടികൾ ADHD ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കാനാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ADHD ഉള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പല എന്താണ് ആക്രമണ സ്വഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നോർമലായിട്ട് കുട്ടിക്ക് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടുള്ള ഒരു അഗ്രഷനോ ഒക്കെ ആണെങ്കിൽ എന്താണ് പിന്നെന്താണ് ഈ അതൊക്കെ എന്താണ് തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക എന്ന് പറയാം. ആ സിറ്റുവേഷൻ കുട്ടിയെ നമ്മളൊന്ന് മാറിയിട്ട് നിന്നൊരു കുട്ടി എന്താണ് ചെയ്യുന്നുള്ളത് പാരന്റിനോട് വീക്ഷിക്കാൻ പറയാം. പിന്നെ അതേപോലെ തന്നെയാണ് കുട്ടിക്ക് എന്താണ് സെൽഫ് എസ്റ്റീം, അതായത് ഈ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയും കുട്ടിയുടെ സ്വന്തത്തോട് കുട്ടിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട്, കുട്ടിയോട് തന്നെ എന്താണ് പാരന്റ് ഒഴിവുള്ള സമയത്തൊക്കെ നല്ല രീതിക്ക് നിന്നെ കുറിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിന്നിലുള്ള എന്തൊക്കെയാണ് ക്വാളിറ്റി, എന്താണ് നിനക്ക് എന്തിനോടൊക്കെയാണ് താല്പര്യമുള്ളത് എന്നുള്ളത് കുട്ടിനോട് പറഞ്ഞു കൊടുക്കുക, കുട്ടിനോട് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്താണ് എന്നുള്ളത് നോർമലായിട്ട് സാധാരണ എന്റെ മോളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിന്നെ കുറിച്ച് ഒരു 10 വാക്ക് ഒരു പേജിൽ എഴുതിക്കാം. അപ്പൊ അവളിങ്ങനെ തല ഇങ്ങനെ കുറെ ഇങ്ങനെ ആക്കി എനിക്കിപ്പോ എന്ത് ക്വാളിറ്റിയാ ഉള്ളത് എന്നുള്ളത്. അപ്പൊ എന്താണ് അവള് ചിലപ്പോ എന്തെങ്കിലും ഞാൻ ചിത്രം വരക്കും, ചിലപ്പോ എന്താണ് ചില സമയത്ത് ഉമ്മ എന്നെ ചീത്ത പറയുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരിക്കും, അങ്ങോട്ടൊന്നും റെസ്പോൺസ് ചെയ്യും. അപ്പൊ അതൊക്കെ എന്താണ് നല്ലൊരു ക്വാളിറ്റിയാണ്. ഇങ്ങനത്തെ കുട്ടികൾ എന്താണ് ഇങ്ങനെ വരുന്നത്, അത് അതേപോലെ അവർ എന്തും എഴുതിക്കോട്ടെ, പക്ഷെ എന്താണ് നമ്മൾ ആ പേപ്പർ നോക്കിയിട്ട് സാധാരണ ജേണൽ എഴുതിക്കാറില്ലേ, സാധാരണ നമ്മൾ ക്ലയന്റിന് കൊടുക്കും. അപ്പൊ എന്നാ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇത് നീ എഴുതിയത് വളരെ നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെയാണ് നല്ല കുട്ടികൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതേപോലെ തന്നെയാണ് ലൈഫ് ലോങ് ആയിട്ടുള്ള, അതായത് കുട്ടിക്ക് ഇന്നും നാളെയും കൊടുക്കേണ്ട ഒരു സ്കില്ലല്ല, കുട്ടിക്ക് ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കണം. അതായത് നമ്മൾ പാരന്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ചില പാരന്റ് പറയും ഞാനൊക്കെ പണ്ട് പഠിക്കാൻ പോയത് പിന്നെ വാഴന്റെ ഇലയൊക്കെ വെട്ടിയിട്ടാണ്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പത്തെ ഒരു ജനറേഷൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോ അതൊന്നും അവർക്ക് അക്സെപ്റ്റബിൾ അല്ല, അവർ തമാശ പോലെ കണ്ട് കളി, നെവർ മൈൻഡ് ആയിട്ട്. പക്ഷെ അങ്ങനത്തെ ആളെ, പക്ഷെ നമ്മൾ പാരന്റ് പറയുന്ന കാര്യങ്ങൾ, പഴയ സ്റ്റോറി ഒക്കെ പറയുന്ന സമയത്ത് എന്താണ് കുട്ടികളെ മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചത്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്താണ് എന്നിട്ടും ഞങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതുവരെ എത്തി. പക്ഷെ നമ്മൾ എന്താണ് ആ കഷ്ടപ്പാടും കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്ക് എന്താ പിന്നെയും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഞങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുക, പക്ഷെ ഒരു അഡ്വൈസ് എന്ന രീതിയിലല്ല, പക്ഷെ ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കാം. നമ്മുടെ കഷ്ടപ്പാട് അവിടെ പറയുകയും വേണം, കാരണം എന്താണ് കുട്ടികളെ കൊണ്ട് അത് പഠിപ്പിക്കുകയും വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പിന്നെ സപ്പോർട്ടിങ് എവിഡൻസ് ഞാൻ പറഞ്ഞു, ഇതൊരു എവിഡൻസ് തെറാപ്പിയാണ് ബേസ്ഡ്. ചിലപ്പോൾ പല കുട്ടികളിലും കേസുകളും നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, എന്താണ് കുട്ടിയുടെ പ്രശ്നം. നേരത്തെ പറഞ്ഞ ഒരു കേസിൽ നമുക്ക് ഒരു തെളിവുമില്ല, ഒരു സിംറ്റംസും ഇല്ല, എന്താണ് കുട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് പരമാവധി ഈ ഒരു സപ്പോർട്ട്, കുട്ടി ചിലപ്പോ പാരന്റ് എവിടെയൊക്കെയോ എന്തൊക്കെയോ മറന്നിട്ടുള്ള ചില കാര്യങ്ങളുള്ളൂ, ആ കേസിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ പേരന്റ് രക്ഷിതാക്കൾ എന്തെങ്കിലും പറയാൻ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലെവലിൽ കിട്ടും. അപ്പൊ ആ സമയത്ത് കിട്ടാൻ വേണ്ടി പാരന്റിനെ നമ്മൾ എന്താണ് പരമാവധി കോൺഫിഡൻസ് ലെവലിലേക്ക് പോവുക. കോൺഫിഡൻസ് ലെവലിൽ നിങ്ങളുടെ കുട്ടീന്റെ പ്രശ്നം തന്നെയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുമ്പ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ട് എന്തെങ്കിലും കുട്ടി ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും സാഹചര്യം കുട്ടിക്ക് എന്തെങ്കിലും ട്രോമ സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഉപദ്രവിക്കുന്ന നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ. അതൊക്കെ എന്താണ് പാരന്റിനോട് കോൺഫിഡൻസ് ലെവലിൽ കൊടുക്കുക. ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവരോട് പറയാം. പിന്നെന്താണ് ഈ ഒരു പൊതുവേ ഒരു പിന്നെ നമ്മുടെ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒക്കെ നോക്കുമ്പോൾ പല കുട്ടികൾക്കും ഇങ്ങനത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് സോഷ്യലുമായിട്ട് കണക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ അന്വേഷിച്ച് നോക്കുക. ഇത് പിന്നെ
പ്രധാനമായിട്ടും ഒരു കണ്ടെത്തൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇപ്പൊ അടുത്ത കാലത്തായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഒരു ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് മോശമായിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പാരന്റിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്ന് എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ചില ബാഡ് എക്സ്പീരിയൻസുകൾ കൊണ്ടാണ്. അതെന്താണ് അതിൽ 70% കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് പാരന്റിൽ നിന്നൊക്കെയാണ്. കാരണം പാരന്റിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കുട്ടികൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് അവരെ കേൾക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് ഈ ഒരു തെറാപ്പിയിലൂടെ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ഇതിന്റെ ഒരു ചലഞ്ചസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. കമ്മിറ്റ്മെന്റ് വേണം. കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ പാരന്റിന് കമ്മിറ്റ്മെന്റ്. ഒരുപാട് ചിലപ്പോൾ ജോലിയെ കുറച്ച് തൽക്കാലം റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അതൊക്കെ എന്താണ് ഈ കൊടുക്കുന്ന തെറാപ്പിയിൽ എന്താണ് പാരന്റ് മാക്സിമം കമ്മിറ്റ്മെന്റ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തന്നെ നമ്മൾ നിർബന്ധിക്കുക. പിന്നെ ഒരു സെഷന്റെ ഒരു നോർമൽ സെഷൻ എന്ന് പറയുന്നത് ഈ തെറാപ്പിക്ക് 12-20 വീക്സ് ആണ് പറയുന്നത്. എങ്കിൽ പോലും അത് ഒരു ചിലപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്, പിന്നെ കുട്ടി നമ്മളുമായിട്ട് എത്രത്തോളം റാപ്പോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പാരന്റ് എത്രത്തോളം കുട്ടിയുമായിട്ട് അടുക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു വീക്സിന്റെ ഈ ഒരു സെഷന്റെ കുറയ്ക്കുകയും ചെയ്യുക. ചിലപ്പോൾ ഒരു സെഷൻ ചിലപ്പോൾ പാരന്റ് വന്നു, അടുത്ത സെഷനിൽ പിന്നെ കുട്ടിയുടെ കൂടെ വേറെ ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഒരു 2 മാസം 3 മാസം ഒക്കെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അതായത് നമ്മൾ ഒരിക്കലും ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഫാമിലി ഇല്ലാത്തൊരു ആക്ടിവിറ്റീസ് കൊടുക്കരുത്. പാരന്റ് നിർബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ മാത്രം കുട്ടിയിൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഗോൾസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഗോൾസുകൾ അതെന്താണ് വളരെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. അവരെ റിലേഷൻഷിപ്പ്, അവരെ ഒരു ഫാമിലി ലൈഫിൽ നിന്നാണ് വളരെ ഒരു ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗോൾസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ബിഹേവിയർ ഇഷ്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് നേരിടാനുള്ള, അതായത് കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും കുട്ടി എന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള, അത് നേരിടാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഈ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരോട് പറയാം. കാരണം ഈ കുട്ടിക്ക് ഇന്ന പ്രശ്നമാണ്, ODDന്റെ സിംറ്റംസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ലെ ADHDക്ക് ഇങ്ങനെയൊക്കെ കുട്ടി കാണിക്കും. അപ്പൊ ഈ ഒരു മെന്റൽ ഡിസീസ് ഇൽനെസ് ആണ്. കുറച്ചു കാലം കുട്ടിക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് നോർമലായി കുട്ടിക്ക് മാറും. അതർവൈസ് നിങ്ങൾ ഈ ഒരു സെറ്റ് ഗോൾസിൽ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു തെറാപ്പി സെഷനിൽ കറക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും വരണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ടാണ് ചെയ്യാനുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. പിന്നെ അതിലുപരി ഈ ഒരു തെറാപ്പി, അതായത് നിങ്ങൾ കൊടുക്കുന്ന PCIT ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു തെറാപ്പിന്റെ പൂർണ്ണമായിട്ടും ഒരു അവയർനെസ്, അതായത് ഒരു മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും കൊടുത്തൊരു ക്ലാസ് പോലെ പാരന്റിന് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ നേട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുക, സെറ്റ് ഗോൾസുകൾ പറഞ്ഞു കൊടുക്കുക. ഇതുകൊണ്ട് എന്തൊക്കെയാണ് കുട്ടികളിൽ മാറ്റം ഉണ്ടാവുന്നത്, നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഒരു തെറാപ്പിസ്റ്റ്, ഒരു സൈക്കോ എഡ്യൂക്കേഷൻ എന്നതിൽ ഒരു ക്ലാസ് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള നമുക്കുണ്ടാവുന്ന ഈ സപ്പോർട്ട്. നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും നമുക്കൊരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ സൈഡിൽ മാറി നിൽക്കെങ്കിൽ പോലും ഈ തെറാപ്പി കൊടുക്കുന്ന സമയത്ത് പാരന്റിന്റെ സപ്പോർട്ട് നമുക്ക് നിർബന്ധമാണ്. ഇപ്പൊ കുട്ടികൾ നമ്മളുമായിട്ട് ഇടപഴകിയിൽ പോലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള പാരന്റ് പൂർണ്ണമായി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഫീഡ്ബാക്ക് നമ്മൾ അവരോട് ചോദിക്കും. നല്ലതായും ചീത്തയാണ് അവർ പറയൽ നിർബന്ധമാണ്. അല്ലാണ്ട് ഒരു ദിവസം വന്നിട്ട് കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്, നിങ്ങൾ നല്ലതാ ചെയ്തത് പറഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. സാധാരണ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ വരുന്ന ക്ലയന്റിൽ വരുന്ന 1-2 കുട്ടികൾ അവിടെ നിന്ന് അക്ഷരങ്ങൾ പഠിച്ച് കുട്ടി ഇറങ്ങിപ്പോകും. 3-ാം ദിവസം പാരന്റ് പറയാ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തുടങ്ങി കുട്ടിക്ക് പഴയ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ ബിഹേവിയർ തെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ടേംസും കണ്ടീഷനും ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയി കണ്ടുപിടിക്കുക. അതിനുശേഷം PCIT ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുക. പിന്നെ ഈ ഒരു കൺക്ലൂഷൻ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഒരു ലെവലിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഈ PCITന്റെ നമ്മൾ ആ പ്രൈഡ് എന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു തെറാപ്പിന്റെ വളരെയാണ് പ്രൈഡ് എന്ന് പറയുന്നത്. പിന്നെ പ്രൈഡ് എന്ന പ്രൈസ് റിഫ്ലക്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ആയിട്ട്
അത് അതിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ കുട്ടികളുടെ പെരുമാറ്റത്തിലെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പാരന്റ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ അവരോട് ചോദിച്ചറിഞ്ഞിട്ട് എന്താണ്, ചിലപ്പോ ചില ആളുകൾ അടുത്ത കാലത്ത് ഒരു കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് എന്താണ്, കുട്ടീനോട് ഒരു പാരന്റ് പറയാ നിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും ആർക്കാണ് പ്രശ്നമുള്ളത്? പാരന്റ് പറയുന്നത് കുട്ടിക്ക് പ്രശ്നമുണ്ട്, ഓക്കെ. പക്ഷെ എന്നിട്ട് പാരന്റ് എന്റെ മുമ്പിൽ നിന്നിട്ട് കുട്ടീനോട് പറയാണ്, നിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ, നിനക്ക് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ. അതാവരുത്. പല പേരന്റും എന്താണ്, അവർക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. പക്ഷെ എന്താണ്, കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക. ചില കൗൺസിലിംഗ് തെറ്റിദ്ധാരണകൾ പോലും ഉണ്ട് പാരന്റിന്. അപ്പൊ അതൊക്കെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോ എഡ്യൂക്കേഷൻ പാരന്റിന് കൊടുക്കുന്നത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ എന്താണ് ഈ ഒരു ബിഹേവിയർ മാനേജ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാനൊരു PCIT എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയൊക്കെ എന്തൊക്കെയോ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, നമുക്ക് സമയം ബാക്കിയുണ്ട്. ഞാൻ പെട്ടെന്ന് സമയം എവിടെ എത്തൂല എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പോ എന്താണ് ഇതുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളത്? കാരണം ഇന്നലെ ബിഹേവിയർ മാനേജ്മെന്റില് കുറച്ച് പേരുണ്ട്. അപ്പോ അവർക്കൊരു ഏകദേശം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു PCIT. കുട്ടികളെ കാര്യമാകുമ്പോൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പല പ്രശ്നങ്ങളും പല അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ ഒരു കേസിലേക്ക് നമ്മൾ തിരിച്ചു പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് വളരെ രീതിയിൽ ഇമോഷൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേ കുട്ടിക്ക് 12 വയസ്സായി. 11ാം വയസ്സിൽ തന്നെ കുട്ടിക്ക് ഒരു പിന്നെ പീരീഡിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ആ സമയത്തൊന്നും എന്താണ്, കുട്ടി അമ്മയുടെ ഭാഗത്തുനിന്ന് കുട്ടിക്കൊന്നും കുട്ടിക്കൊന്നും അറിയില്ല. കുട്ടി എന്തൊക്കെയോ ചെയ്തു, ബ്ലീഡിങ് ആയി. പക്ഷെ കുട്ടി അതൊക്കെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇതൊക്കെ അതിനെ നെറ്റിലൊക്കെ അന്വേഷിച്ച് കുട്ടി ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് കിട്ടേണ്ട വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ട്. അതായത് കുട്ടി കിട്ടേണ്ട അമ്മയിൽ നിന്നും കിട്ടേണ്ട ചില കാര്യങ്ങൾ, അതൊന്നും ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ എന്തെങ്കിലും അവയർനെസ്, കുട്ടിക്ക് ആ സമയത്ത് സങ്കടം, വയറുവേദനയാണ്, അതിപ്പോ നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്താൽ മതി, അമ്മ പറഞ്ഞു പോയി കാണണം. പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടികൾ പ്രത്യേകിച്ച്, നിങ്ങൾക്കൊക്കെ അനുഭവിച്ചറിയാം ആ സമയത്ത് എന്തൊക്കെയാണ് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമുക്കൊരു മെന്റലി ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല, പല പെൺകുട്ടികൾക്കും ഈ ഒരു പ്രശ്നങ്ങളിൽ വരും. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായത്. കുട്ടിയുടെ നീഡ്സുകൾ, വികാരങ്ങൾ, ഫീലിങ്സ് ഒന്നും രക്ഷിതാക്കൾ ബാക്കിയെല്ലാം ഓക്കെയാണ്, 99% ഓക്കെ. കുട്ടി പഠനത്തിൽ പ്രശ്നങ്ങളില്ല. പക്ഷെ കുട്ടിയുടെ ഇന്നർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ഞാൻ എന്താണ് എന്നുള്ളത് അമ്മ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല. എനിക്ക് എന്താണ് വേണ്ടത്, അവര് പറയുന്നു ഇന്ന സാധനം നീ എടുത്ത് ഉപയോഗിച്ചോ, ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടം, കുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എന്നോട്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും, എനിക്ക് ഇന്നത് വേണം, വാശിയില്ല. പക്ഷെങ്കിൽ എന്താണ്, ഞാൻ ആ സമയത്ത്, എന്നാൽ എൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, എനിക്ക് അവരോട് ഇന്ന രീതി സംസാരിക്കണം, അവരെന്നോട് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. അത് ആ കുട്ടി, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് കിട്ടിയില്ല. അത് വല്ലാത്ത ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുട്ടിയെ കൊണ്ടുപോയി. എന്നാൽ പോലും ആ കുട്ടീനെ സമ്മതിക്കണം, കുട്ടിക്ക് പഠനത്തിൽ പ്രശ്നങ്ങളായിട്ടില്ല. കുറച്ചൊരു സോഷ്യൽ ഇന്ററാക്ഷൻ കുറഞ്ഞു എന്നതിൽ കൂടെ കുട്ടിയുടെ ഇന്നർ കാരണം ഈ ഒരു പ്രശ്നം കുട്ടി ആരോടും പറഞ്ഞിട്ടില്ല, രക്ഷിതാക്കൾ ഈ സമയത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി മറ്റൊരു മെന്റൽ ഡിസീസിലേക്ക് പോകാനുള്ള സാധ്യത, ഒരു ഡിപ്രഷൻ, ഒരു ആങ്സൈറ്റിയോ മറ്റേതേതര. കാരണം പിന്നീട് ഒരു കുട്ടി പുതിയൊരു ലൈഫിലേക്ക് അടുക്കുമ്പോൾ പോലും ഈ മനസ്സിലൊരു ട്രോമ അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാലത്തും ആ കുട്ടിയിൽ ഉണ്ടാവും. അപ്പോ ഒരു ഏർലി ഇന്റർവെൻഷൻ ഈ ഒരു പാരന്റ് ഈ സമയത്താണെങ്കിൽ കണ്ടുപിടിച്ചു, അമ്മയ്ക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് വന്നത്. പിന്നെ നമ്മൾ ഈ ഒരു തെറാപ്പിന്റെ സെഷനും കാര്യം കുട്ടീനെ അവർക്ക് പറഞ്ഞ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തപ്പോ ഇതിന്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലായപ്പോ ഇപ്പൊ ഓക്കെ ആണ്. കുട്ടി പഴയതുപോലെ സംസാരിച്ച് കുറച്ച് സമയം കുട്ടിയുമായിട്ട് കൂടുതൽ ഇവർ ചെലവഴിച്ചു. മൂത്ത കുട്ടിയാണ്, താഴെ 2 കുട്ടികൾ വേറെ. പക്ഷേങ്കിൽ കൂടുതലായിട്ട് കുട്ടിക്ക് കെയർ കൊടുത്തു. കുട്ടിക്ക് ആവശ്യമുള്ള സാധനം, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കൂടുതലായിട്ട്. നമ്മൾ ഓരോ തെറാപ്പിയിലുണ്ടാകും രസകരമായിട്ടുള്ള കളിയും ചിരിയും ഒക്കെ. അപ്പൊ ആ സെഷൻ കഴിഞ്ഞ്, അവസാനത്തെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ശരിക്കും ഒരു തെറാപ്പി സെഷൻ തന്നെയാണോ? കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പാരന്റ് കൂടെ വളരെ രസകരമായിട്ട് നമ്മൾ കളിയും കാര്യങ്ങളും ചിരിയും ഒക്കെ ആയിട്ട് പോകുമ്പോൾ 1.5 മണിക്കൂറോളം വീഡിയോ കോളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ആണ്. കാരണം നമ്മൾ എങ്ങനെയാണോ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ റിസൾട്ട്. പല കേസുകളും നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് സഹകരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്,
അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഇമോഷണൽ പ്രശ്നമാണ്, നമ്മൾ ഇമോഷണലായിട്ട് കുട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ ഏകദേശം ഒരു ഐഡിയ എന്നുള്ളത്. ഓക്കെ അല്ലേ എല്ലാരും? ഹലോ, പറയൂ, Yes, എന്താണ് sir. ഇതുമായി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ? സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. സർ ഇപ്പൊ പറഞ്ഞതുപോലെ ആസ് എ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സെഷനിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് സെഷനിലൊക്കെ വന്നു കഴിയുമ്പോൾ റാപ്പോർട്ട് ബിൽഡിംഗ് ആണോ നമ്മൾ മെയിൻ ആയിട്ട് അത് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ല അതെ അതെ, സെഷനിൽ സെഷനിൽ റാപ്പോ ബിൽഡപ്പ് എന്നുള്ളത് നമ്മൾ പാരന്റുമായിട്ടാണ് റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക, കുട്ടിയായിട്ടല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതേപോലെ എന്താണ് തന്നെ ഇപ്പോ സർ പറഞ്ഞല്ലോ ഇവരുമായിട്ട് ആ. ഇരുന്ന് നമ്മൾ ഗെയിംസ് ഒക്കെ ചെയ്യും. അപ്പോ ലൈക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനുണ്ടോ? അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ഇൻട്രസ്റ്റിംഗ് എന്നാൽ അതിലൂടെ അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ? ഈ ഒരു എക്സാം ഗെയിംസ് എന്ന് പറയുന്നത്, കുട്ടി ഇപ്പോ നമ്മള് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചോളി. വീട്ടിലിരിക്കുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും ഒരു ഗെയിംസ്, അതായത് ഒരു ചിത്രം വരക്കാന്ന് വെച്ചോളി. ആ ചിത്രം വരക്കണ സമയത്ത് എന്താണ് നമ്മൾ പാരന്റിനോട് പറയാ, നിങ്ങൾ അവിടെ പോയി ഇരിക്കുക. കുട്ടി എന്താണ് ആ സ്പോട്ടിൽ ചെയ്യണത്, ആ കുട്ടിയുടെ എന്നിട്ട് നമ്മൾ എന്താണ് ആ ചിത്രം വരക്കുന്നത് പോലെ നമ്മളും ഒരു പേപ്പറും പെന്നും എടുത്തത് രക്ഷിതാക്കിനോട് ചിത്രം വരക്കാൻ പറയാം. അല്ല ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കുകയാണ്, കുട്ടി ഒരു വീട് ഉണ്ടാക്കുക, ഒരുപാട് ബ്ലോക്കുകൾ വെച്ചിട്ട് കൂടി ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വീട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ആ കുട്ടീന്റെ അടുത്ത് പോയിട്ട് ആ ബ്ലോക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറയാ, ഇത് വെച്ച് ഒന്നുകൂടി നന്നാവുമായിരുന്നു, അങ്ങനെയല്ലേ. ഇനിയിപ്പോ ഒരു മൊബൈൽ സ്ഥിരമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലോ, അപ്പൊ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു PCIT-യിലേക്ക് കൊണ്ടുവരിക? നമ്മൾ അടുത്തിരുന്നിട്ട് കുട്ടിയോട് പറയാ, നീ എങ്ങനെയാണ് ഈ ഒരു ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്? വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്നുള്ളത്. അപ്പോ ആ ഒരു സമയത്ത് കുട്ടി നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുട്ടി ആ ഗെയിംസിനെ പറ്റി ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ ഒരു റാപ്പോ ബിൽഡപ്പ് ആണ് അത് അവിടെ നടക്കുന്നത്. കുട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം നമ്മൾ അതിലേക്ക് അഡിക്ഷൻ പോകരുത്. കുട്ടി ഓരോ കാര്യം നമ്മൾ ഈ ഒരു ടൂൾസ് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്, ഈ ടൂൾസ് ഇങ്ങനെയാണ്. കാരണം ഈ ഓരോ ടൂൾസ് പഠിക്കുന്നതിനനുസരിച്ച് കുട്ടിക്ക് ഇതുവരെ നോർമലായി ഗെയിം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി നമ്മൾ ചോദിക്കുകയാണ് ഈ ടൂൾസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അതെന്താണ് അതിന്റെ പേര്. അപ്പൊ കുട്ടി അവിടെ എഡ്യൂക്കേഷൻ ഒരു പുതിയൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ്. മുമ്പ് ചിലപ്പോൾ കുട്ടി ഇങ്ങനെ പബ്ജിയോ അല്ലെങ്കിൽ എന്ത് ഗെയിംസോ ആയിക്കോട്ടെ ഇങ്ങനെ കളിച്ചു പോവുകയായിരിക്കും. അപ്പോൾ പല ഗൺസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്താണ് പേര് എങ്ങനെ ചിലപ്പോൾ കുട്ടികൾക്ക് അറിയാനുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഗെയിംസിലേക്ക് അവരെ കൂടെ ഇരുന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ചിലപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കാൻ തുടങ്ങും. കാരണം അതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ പിന്നീട് അവർ സ്ഥിരമായിട്ട് നമ്മൾ അവർ ഗെയിം കളിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പാഠപുസ്തകങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. വായിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചു തുടങ്ങും. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ നല്ലോണം അറ്റൻഷൻ കിട്ടി തുടങ്ങും. കാരണം നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ആ ഗെയിംസിനെ കുറിച്ചാണെങ്കിൽ പോലും അവർ പഠിക്കുന്ന സമയത്ത് അവിടെയും അറ്റൻഷൻ കൊടുക്കാൻ ശ്രമിക്കും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യാട്ടോ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. കുട്ടികൾ അനാവശ്യമായി കുറെ വാശിയും പിടിക്കുക, വെറുതെ കച്ചറ കളിക്കുക, എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് കുട്ടി വാശി പിടിക്കുന്നത്? എന്തിനാണ് കുട്ടി കച്ചറ കളിക്കുന്നത്? അതെന്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടോ? ബിഹൈൻഡ് ഓഫ് ദ സ്റ്റോറി, ഈ കുട്ടി കച്ചറ കളിക്കുന്നതും അനാവശ്യമായിട്ട് വാശി പിടിക്കുന്നത് എന്തിനാണ്? അത് നമ്മൾ ആദ്യം അന്വേഷിക്കുക. അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രവണതയാണോ? അല്ലെങ്കിൽ ഈ ഒരു പ്രവണത തുടങ്ങിയിട്ട് എത്ര കാലമായി? അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയാം. എന്തിനാണ് കുട്ടി വാശി പിടിക്കുന്നത്? ആവശ്യമായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യമാണോ? ആ കുട്ടീൻ്റെ ആ ഒരു നീഡ്സ് എന്താ? അവിടെ കുട്ടിക്ക് നീഡ്സ് എന്താണ്? കുട്ടിക്ക് എന്താണ് ആവശ്യം? ആ വാശി പിടിക്കുന്നത് പോലെ കുട്ടി എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്? അതൊരു കച്ചറ കളിക്കുക എന്ന് വെച്ചപ്പോൾ മറ്റുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കുക, എന്തെങ്കിലും സാധനങ്ങൾ എടുത്തെറിയുക. പക്ഷെ ആ കച്ചറ കളിക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആ കച്ചറ കളിക്കാൻ വരുന്ന ആ സമയത്ത് കുട്ടിക്ക് എന്ത് പ്രൊവോക്കേറ്റഡ് ആണ് കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്? എന്തോ ഒരു കാരണം അല്ലാണ്ട് ഒരു കുട്ടിയും നമ്മളാണെങ്കിൽ പോലും ഒരു സിറ്റുവേഷനിൽ ഇപ്പോ ഞാൻ നിങ്ങളെ മുമ്പിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ചൂടായി, നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ആ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് വരുമോ? ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കളിക്കുന്നത്.
ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കാരണം നോർമൽ ആയിട്ട് ഒരു കുട്ടിക്ക് എന്താണ് ജനനം മുതൽ തന്നെ കുട്ടിക്ക് ഒരു അസുഖം കൊടുക്കൂല. കാരണം അവിടെ സിറ്റുവേഷൻ, കുട്ടിക്ക് ഉണ്ടാകുന്ന എൻവിറോൺമെന്റ്, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി എന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ സ്വഭാവവും നമ്മൾ തന്നെ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പഠിക്കുന്നത് ഒരു ഫാമിലി, നിങ്ങളെ ഫാദർ, അച്ഛന്, അമ്മയൊക്കെ പഠിപ്പിച്ച ഒരു രീതി ഉണ്ടാവും. അപ്പൊ എന്താണ് ആ രീതിയിലേക്ക് നിങ്ങൾ വളർന്നു പോവുക. അപ്പോ രണ്ട് സ്വഭാവമാണ് ഒരു ജന്മ സമയത്ത്. ഒന്ന് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്നതും, പിന്നെന്താണ് ചുറ്റുപാടുകളിൽ കിട്ടുന്ന സ്വഭാവം. രണ്ട് ബിഹേവിയർ ആണ് നോർമലി നമുക്ക് ഉണ്ടാവുക. കാരണം അച്ഛനിൽ നിന്നും മോശമായിട്ടുള്ള പഠിച്ച കുട്ടിയാണെങ്കിൽ, അതായത് വളരെ പിന്നെ ഉപദ്രവിച്ച് മറ്റു രീതിയിൽ കുട്ടി ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്തിയ കുട്ടിയാണെങ്കിൽ, ആ കുട്ടി എന്ത് ചെയ്യും? എൻവിറോൺമെന്റിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നോർമൽ കുട്ടി വീട്ടിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ആക്റ്റീവ് ആവാൻ ശ്രമിക്കും, നല്ല രീതിയിൽ സോഷ്യലായി. അപ്പൊ എന്താണ് അവിടെ ഒരു പോസിറ്റീവ് സംഭവിച്ചു. അതേ സമയത്ത് വീട്ടിലും കച്ചറ പുറത്തും കച്ചറാകുമ്പോൾ എന്താണ് രണ്ട് രീതിയിലാകുമ്പോൾ കുട്ടിക്ക് എന്താണ് നല്ലൊരു ബിഹേവിയർ അവിടെ കിട്ടില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ കുട്ടി പുറത്തു പോയിട്ട് അത് എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം. അത് മോശമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ മറ്റൊരു ചിലപ്പോൾ കൂട്ടുകെട്ടുകൾ അങ്ങനെ ആയിരിക്കാം, ആ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, സ്കൂളിലൊക്കെ അങ്ങനെയായിരിക്കും, ടീച്ചേഴ്സ് ശ്രദ്ധിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ നല്ല സ്വഭാവം പഠിക്കാൻ കാരണം. പക്ഷെ എവിടുന്നാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടുന്നാണ് കുട്ടിക്ക് വന്നിട്ടുള്ള സ്വഭാവം, എപ്പോഴാണ് കുട്ടിക്ക് ഇത് തുടങ്ങിയിട്ടുള്ളത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തന്നെ സിമ്പിൾ അതിന്റെ സൊല്യൂഷനും കണ്ടെത്താൻ പറ്റും. കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് എന്തിനാണ് വാശി പിടിക്കുന്നത് നമ്മൾ തിരിച്ചറിയാം. അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ കുട്ടിനോട് പറയാം. കുറച്ച് ആ സമയത്ത് നമ്മൾ അവിടുന്ന് മാറിപ്പോവുക. കുറച്ച് കഴിഞ്ഞ് കുട്ടി സൈലന്റ് ആവുന്ന സമയത്ത് നീ വാശി പിടിച്ച കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും തരാൻ പറ്റില്ല. ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പാരന്റ് ആണെങ്കിൽ, ഇപ്പൊ ആ വാശി പിടിക്കുന്നത് എന്തിന്റെ കാര്യം വെച്ചപ്പോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് പറയാം ഇത് പറ്റില്ല എന്നുള്ളത്. എന്നിട്ട് അതിന് പകരം പറ്റില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന് പറ്റിയ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടിയുടെ ആ സമയത്ത് നമ്മൾ അടിക്കാനും പിടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ കുട്ടി ഈ വാശി ഒന്നും കുട്ടിയുടെ കയ്യിൽ ഒരിക്കലും മാറൂല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനാണ്. കുട്ടിക്ക് 12 വയസ്സുണ്ട്. ആ കുട്ടീനെ അടുത്തുള്ള ഒരാൾ, ഒരു 65 വയസ്സുള്ള ഒരാൾ മിസ്യൂസ് ചെയ്തിട്ട് ആ കുട്ടി പറഞ്ഞതല്ല, ആരോ കണ്ടിട്ട് ഉമ്മാനെ വിവരം അറിയിച്ചതാണ് ഇങ്ങനെ കുട്ടീനെ മിസ്യൂസ് ചെയ്യുന്നത്. അത് അറിഞ്ഞപ്പോ കുട്ടീനോട് ചോദിച്ചപ്പോ കുട്ടീനോട് പേടിപ്പിച്ചപ്പോ കുട്ടി സമ്മതിച്ചു ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുട്ടിക്ക് അറിയുമെന്ന് ചോദിച്ചാല് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന് അയാൾ ക്യാഷ് ആയിട്ടും ചോക്ലേറ്റ് ആയിട്ടും ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള ഒരു അയൽവാസിയാണ്. അപ്പൊ കാര്യങ്ങൾ 12 വയസ്സ്. 12 വയസ്സ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ നമുക്ക് നേരിട്ട് അയാളോട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു കൺഫ്യൂഷനിലാണ്. ഇത് നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. കുട്ടിക്ക് ഇതുമൂലം കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രശ്നം ഉണ്ടാകും. അതായത് ഈ കുട്ടി ചിലപ്പോ, ഈ കുട്ടി എന്നല്ല പറയും, അയാൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ചിലപ്പോ ചോക്ലേറ്റോ മറ്റെന്തോ ആയിരിക്കും, അവിടെ കാശോ എന്തോ കൊടുക്കുന്ന, അതിൽ കുട്ടി ആനന്ദം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളാണല്ലോ അവരത് പുറത്ത് പറയാത്തത് അതുകൊണ്ടായിരിക്കാം. അത് നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞോളൂ, കംപ്ലീറ്റ് ആയിക്കോളൂ. കുട്ടികളെ വീട്ടിൽ വന്ന് പറയാത്തത്, അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും അയാളെ വിളിക്കുമ്പോൾ കുട്ടികൾ പോകുന്നുണ്ടാവും. അവിടെ അടുത്തുള്ള ആൾക്കാർ കണ്ടിട്ടാണ് ഇങ്ങനെ ഇവരോട് സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു മിസ്യൂസ് നടക്കുന്നുണ്ട്, നിങ്ങൾ അതിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കുട്ടീനെ അത് ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് കുട്ടി പറഞ്ഞത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? ഇത് അറിഞ്ഞിട്ടും പിന്നെ ഈ ഒരു ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ അവയർനെസ് സർവീസുകൾ നാട്ടിലുണ്ട്. കാര്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ കാരണന്മാരും മറ്റേ ക്ലബ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആളുകളില്ലേ? അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അവര് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളെ കുട്ടികളെ ഭാവി എന്നാണല്ലോ മറ്റുള്ളവർ ചിന്തിക്കല്. അത് ഭാവി എന്ന് ചിന്തിക്കുന്നതിന് അപ്പുറം എന്താ പറയുക, കുട്ടിക്ക് ചിലപ്പോ ഈ ഒരു ഫ്യൂച്ചറിൽ ചിലപ്പോ 1 മാസം 2 മാസം ചിലപ്പോ കുട്ടിക്ക് ചിലപ്പോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേ സമയത്ത്
ആ 2 മാസം കഴിഞ്ഞ കുട്ടി ഓക്കെ ആവും. പിന്നെ കുട്ടിക്ക് വർഷങ്ങളോളം ജീവിക്കാനുള്ളതാ. പക്ഷെ ഈ ഒരു സിംറ്റംസ്, അതായത് ഈ ഒരു ട്രോമ കുട്ടി അതിൽ ആനന്ദം കണ്ട കുറച്ച് കഴിഞ്ഞ് കുട്ടീനെ മാനസികമായിട്ട് വളരെ രീതിയിൽ എഫക്ട് ചെയ്യും. കാരണം എന്നും കുട്ടി ചിലപ്പോൾ അതിന് ആനന്ദം കിട്ടുന്ന ചോക്ലേറ്റിലൊന്നും ചിലപ്പോൾ ഇത് കഴിക്കണമെന്നില്ല. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് കുട്ടിക്ക് അതിനൊരു മടുപ്പ് തരും. പിന്നെ അയാൾ വിളിച്ചാൽ പോകും. പിന്നീട് അത് കുട്ടി എന്താ ഞാൻ ചെയ്ത് സ്വയം കുട്ടിക്ക് തോന്നുകയാണ് ഇതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായി തെറ്റായി തുടങ്ങി എന്ന് പറഞ്ഞാൽ കുട്ടി പിന്നീട് എന്താണ് ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത, ഒരു ആങ്സൈറ്റി ലെവലിൽ കൂടും. പിന്നെ ആണുങ്ങളെ കാണുമ്പോൾ എന്താണ് പേടിയാവും. പിന്നെ ആൺകുട്ടികളോട് സംസാരിക്കില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവാറില്ല. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കണ്ടാൽ എന്താ കറക്റ്റ് ആയിട്ട് സ്പോട്ടിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പാരന്റുമായിട്ട് അയാൾ എന്താണ്, അയാൾ നിലവിൽ ഇപ്പോഴും ഉണ്ട്, മറ്റുള്ള കുട്ടികൾ ഇതുപോലെ ചെയ്യും. അതുകൊണ്ട് എന്താണ് നമ്മൾ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. ഇതിനൊന്നും നമുക്ക് കാത്തിരിക്കേണ്ട കൊടുക്കാൻ പറ്റിയ ഒരു എന്തൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ആ കുട്ടിയെ എന്താ ചെയ്യാൻ പറ്റും? കുട്ടിക്ക് ഒരു കുട്ടിയെ അഡ്വൈസ് കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെന്താണ് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം അയാളെ ശിക്ഷിക്കുക എന്നുള്ളത്. അത് കുട്ടി നേരിട്ട് കാണണം. ഇയാൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു തെറ്റാ. അതാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസ്. അത് കുട്ടി നേരിട്ട് കാണും. ഇയാളെ ഗവൺമെന്റ് ശിക്ഷിക്കുന്നതോ ചുറ്റുപാടുള്ള ആളുകൾ കുറച്ച് മോശമായിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുന്നതോ അല്ല അവരെന്താണ് ഉപദേശിക്കുന്നതോ എന്താണ് അവിടെ എടുക്കുന്ന ഡിസിഷൻ ഡയറക്റ്റ് ആയിട്ട് കുട്ടിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞ ശേഷം കുട്ടി അതിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടി അനുഭവിച്ചിട്ടുള്ളത്, അതെന്താണ് നമുക്ക് കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കണം. കുട്ടിയുടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. പിന്നെ കുട്ടിയുടെ പഠനവുമായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുമായിട്ട് ഫിസിക്കലി ആയിട്ട് കുട്ടിക്ക് ഇതുമായിട്ട് ബന്ധങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യുക. അതിൽ എന്താണ് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എന്താണ്, ഇയാളെ ശിക്ഷിക്കുക എന്നത് അതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ഈ കുട്ടിയെ കിട്ടേണ്ടതുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ, അതിപ്പോ ഉപദേശം കാണിച്ചു കിട്ടൂല. കാരണം എന്താണ്, അയാൾ ചെയ്തത് തെറ്റാണ്. സമൂഹത്തിന് മുമ്പിൽ അയാൾ ചെയ്തത് തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യമാണ്. അത് കുട്ടി കൺമുമ്പിൽ കാണണം. തന്നോട് ചെയ്തിട്ടുള്ളത് തെറ്റാണ് എന്നുള്ളത്. അത് കുട്ടിയെ ബോധിപ്പിക്കുക തന്നെ വേണം. അതിനുശേഷം കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ട്രോമ അത് അവിടെ കിടപ്പുണ്ടാവോ? ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത് കാരണം ഉണ്ടാവും. പൂർണ്ണമായി 100% ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. കുട്ടിക്ക് ചിലപ്പോൾ ചോക്ലേറ്റ് ദിവസം കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ പാരന്റ് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അതിലേക്ക് പോകും. പക്ഷെ ഈ കുട്ടിയുടെ ആ ട്രോമ മനസ്സിലുണ്ടാവും. അത് 100% ഉറവാ. കുട്ടി ചിലപ്പോൾ കുട്ടി തുറന്ന് പറഞ്ഞോണമെന്നില്ല. പക്ഷെ കുട്ടി പഴയ സ്വഭാവത്തിൽ നിന്നും വളരെ മാറ്റം ഉണ്ടായിട്ട് ഒന്നുകിൽ സംസാരം കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണവുമായിട്ട് കൂടുതൽ കുട്ടികൾ കളിക്കാൻ പോകുന്നുണ്ടാവും. ഇതൊക്കെ ഒരു ട്രോമന്റെ ലക്ഷണങ്ങളല്ലേ. അതൊക്കെ നമുക്ക് നിയമപരമായിട്ട് പോകാന്നുള്ളതാണ് ഇതിലുള്ള ഇതൊന്നും ഒരിക്കലും ഒരാൾ ചെയ്യാൻ പറ്റാത്ത കുറ്റകൃത്യം. കാരണം നാളെ നമുക്ക്, അതായത് എന്റെ മകൾക്കോ നിങ്ങളെ മകൾക്കോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ ഇപ്പൊ സ്വന്തം വീട്ടിൽ വരുമ്പോഴേ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അറിയും. അതാണ് ഈ പാരന്റിന് പറഞ്ഞു കൊടുക്കുന്നത്. തൽക്കാലം നാണക്കേട് വിചാരിച്ചിരുന്നാൽ നിങ്ങളെ മകൾക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നാണക്കേടൊന്നും വിചാരിക്കേണ്ട, അറിയിക്കേണ്ടവർ പെട്ടെന്ന് അറിയിക്കുക. അതിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പാരന്റിന് പറഞ്ഞു കൊടുക്കുക. അവര് വിചാരിക്കും നാട്ടുകാരറിഞ്ഞ നാട്ടുകാരറിഞ്ഞ വിഷയമാണ്, പുറത്തിറങ്ങാൻ പറ്റൂല, അതൊക്കെ നാട്ടിൽ എന്തൊക്കെ വിഷയങ്ങൾ നടക്കും, 1-2 ദിവസം കഴിഞ്ഞാൽ മറക്കും. പക്ഷെ ആ കുട്ടിയുടെ നോർമലായി കുട്ടി നല്ലൊരു ബിഹേവിയറും നല്ലൊരു സ്വഭാവത്തിന് മടങ്ങാൻ 100% ഉറപ്പാണ്. ഓക്കെ സാറേ, അവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ആ കുട്ടി പിന്നെ ഇയാള് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാലല്ലേ അയാളെ കുട്ടീനെ മുമ്പ് ശിക്ഷിക്കണോണ്ട് കാര്യമുള്ളൂ. കുട്ടി അയാൾ കൊടുക്കുന്ന ചോക്ലേറ്റിൽ മയങ്ങിയിരിക്കുകയാണെങ്കിൽ കുട്ടി ഒരിക്കലും ഈ തെറ്റ് ചെയ്തു എന്ന് ഇയാൾക്ക് മുമ്പിലോ സമൂഹത്തിന് മുന്നിലോ സമ്മതിക്കണില്ലെങ്കിൽ ഈ ആരോപിച്ച ആൾക്കാരൊക്കെ കുടുങ്ങൂലേ? കൊടുക്കും. അതിന് തെളിവ് വേണം. യെസ്, അല്ലെങ്കിൽ തെളിവ് വേണം, അല്ലെങ്കിൽ കുട്ടി സമ്മതിക്കണം അല്ലെ? കുട്ടി സമ്മതിച്ചു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞോളൂ. റിയാസ ബാബു പറഞ്ഞോളൂ. അല്ല, കുട്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞാല് കുട്ടി ഇയാൾക്ക് മുന്നിൽ വരുമ്പോ സമ്മതിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 12 വയസ്സല്ലേ കുട്ടിക്കുള്ളൂ. കുട്ടി കാരണം നിർബന്ധമായി, കാരണം എന്താ പറയുക, നമ്മൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ കുട്ടി ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ശിക്ഷ കുട്ടിയുടെ കൺമുമ്പിൽ, കാരണം കുട്ടിക്ക്
ആ ചോക്ലേറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പൂർണ്ണ വെച്ച പറയണമെന്നില്ല. പക്ഷെ എന്താണ് നമ്മൾ കുട്ടീന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് കുട്ടീനോട് പെർമിഷൻ ചോദിച്ചിട്ടൊന്നുമല്ല ഇയാളെ ശിക്ഷിക്കാനും നാട്ടുകാരുടെ മുമ്പിലൊക്കെ പോലീസിനെ അറിയിക്കാൻ പറയുന്നത്. കാരണം ഇയാൾ ചെയ്തത് തന്നോട് ചെയ്തത് നല്ല കാര്യമല്ല, മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കുട്ടി സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയുടെ മുമ്പിൽ ഇത് ചെയ്യാൻ പറയുന്നത്. അതായത് കുട്ടിയുടെ ഉപദേശം, കുട്ടി പറഞ്ഞത് കേട്ടിട്ട് അയാൾ പോലീസിൽ കൊടുക്കാനോ, ഏകദേശം കുട്ടിക്ക് ഇത് സംഭവിച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, തെളിവുകളുണ്ട്, കുട്ടി സമ്മതിച്ചിട്ടുണ്ട്, പാരന്റിനോട് പറയും ഇയാൾ എന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കലി ആയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ഇല്ലേ, ആ ടെസ്റ്റ് വെച്ച് നമുക്ക് ഉറപ്പിക്കാലോ കുട്ടിക്ക് ഇന്നത് ഫിസിക്കലി ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് മൂലം എന്താണ് കുട്ടിക്ക് പിന്നെ ഒരു മെന്റൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യും. ഇത് കുട്ടിയോട് പെർമിഷൻ ചോദിച്ചിട്ടൊന്നുമല്ല പറയാ നമ്മൾ, അത് കുട്ടിക്ക് കൊടുക്കുന്ന, നമ്മൾ പബ്ലിക് ആയിട്ട് കുട്ടിക്ക് എന്താണ് നോൺ വെർബൽ ആയി കൊടുക്കുന്ന ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. അതിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാവണം ഞാൻ അതിൽ ആ ചോക്ലേറ്റ് വാങ്ങിയത് തെറ്റാണ്, അയാൾ എന്നോട് ചെയ്ത് തെറ്റാണ്, ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. അത് കുട്ടി സ്വയം മനസ്സിലാക്കണം. 12 വയസ്സല്ലേ. സർ അതെ അതെ ഒരു അതെ ഡൗട്ടും കൂടി ഉണ്ട് അതില്. പറഞ്ഞു. അതേ ആ സീക്വൻസിൽ തന്നെ ഇപ്പൊ കുട്ടി ഇങ്ങനെ ഒരു ബിഹേവിയർ, അതായത് ചോക്ലേറ്റ് തരുന്നു, അത് കുട്ടി വാങ്ങിക്കുന്നു, അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇൻഫോം ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് കറക്റ്റ് ആണോ നമ്മൾ അന്വേഷിക്കണ്ടേ? അതായത് ഫാമിലിന്ന് ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് കെയറോ അല്ലെങ്കിൽ ഇത്തരം നമ്മൾ പൊതുവേ ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഇപ്പം കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ഒരു തരത്തിൽ അവരോട് സംസാരിച്ച് വിടുമല്ലോ, അന്യർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള യാതൊരു എന്താ ടീച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയറോ വീട്ടിൽ നിന്നില്ലെങ്കിൽ അതുകൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണ്ടേ കുഞ്ഞിന്റെ അതെ കാര്യത്തിൽ? അതെ, ഈ കൺസിഡർ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഒരു കേസ് പോലീസിന് കേസ് കൊടുക്കാനോ മറ്റൊന്നും നമ്മൾ കൊടുക്കാൻ പറയേണ്ടതില്ല. ഇത് പാരന്റ് അറിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അവർ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളെടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേഷനിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതോ, അവരെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക, കുട്ടി എത്രത്തോളം കുട്ടിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, എങ്ങനത്തോളം കുട്ടിയെ നോക്കുന്നുണ്ട്, കുട്ടീനെ എത്രത്തോളം സ്കൂളിൽ വരുന്ന സമയം പോകുന്ന സമയം പാരന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കൗൺസിലിംഗ് സെഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോ നോർമലായിട്ട് സോഷ്യലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അയൽവാസിയാണ്, നിങ്ങൾക്ക് നോർമലായി ചോദിക്കുക, പാരന്റ് നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ പാരന്റ് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ പാരന്റ് എന്താണ്, നമുക്കൊന്ന് അവർക്ക് അഡ്വൈസ് കൊടുക്കാം, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് പോലീസിനെ അറിയിക്കുക, കുട്ടീനെ ഒരു കൗൺസിലിംഗ് സെഷനിൽ കൊണ്ടുപോകും. ആ കുട്ടിക്ക് നോർമൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിർബന്ധമായ കൗൺസിലിംഗ് എന്തിനാണ് കൊണ്ടുപോകുന്നത്, കുട്ടിക്ക് അവിടെ അവയർനെസ് കൊടുക്കുകയാണ്. കാരണം കുട്ടി ലൈഫിൽ ഈ ഒരു ട്രോമ ലൈഫ് ലോങ് ഉണ്ടാവാൻ പാടില്ല, അത് അവിടത്തോടെ തീരണം. കാരണം ഇങ്ങനത്തെ ഒരു പെൺകുട്ടികളിലാണ് ഞാൻ പലപ്പോഴും CBTയിൽ വരുന്ന കേസുകൾ പറയാറുണ്ട്. ഒരു കേസ് 32 വയസ്സിൽ പണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ട്രോമ അവരെ ലൈഫിൽ 33, 34 വയസ്സിൽ സംഭവിച്ചിട്ടുള്ളത്. ആ ട്രോമ എക്സ്പ്ലോർ ചെയ്തത് എവിടെയാണ്? 34-ാം വയസ്സിൽ ചെറിയൊരു ഇഷ്യൂസ് വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ട്രോമ പിന്നീട് കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോവാന്നുള്ളത്. അതിന് ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് കുട്ടിയുടെ ആ മുമ്പിൽ വെച്ച് തന്നെ അതിനുള്ള തീരുമാനം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. അപ്പോ ഇപ്പൊ ആ താത്ത പറഞ്ഞതുപോലെ ഇപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് നമ്മളെ കുടുംബത്തിലുള്ള വ്യക്തികളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയ പ്രായമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ കുട്ടിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം തുടർന്നും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ആ കുട്ടീന്റെ അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണോ ബെറ്റർ, അതോ നമ്മളൊരു കൗൺസിലറെ കൊണ്ട് കാണിക്കുന്നതാണോ ബെറ്റർ? അതായത് ഈ ഒരു നിങ്ങൾ പറഞ്ഞ കേസിൽ നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക കുട്ടിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്? അത് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്കൊരു കേസ് നിങ്ങൾ നേരിട്ട് കണ്ടോ, അല്ലെ കുട്ടി പറഞ്ഞതായിട്ട് എങ്ങനെയാണ് കുട്ടിയെ ചോദിക്കുക, ഏത് രീതിയിലാണ് ഇയാൾ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ. അപ്പൊ അത് കുട്ടിയോട് ചോദിക്കാനേ പറ്റൂ. അപ്പൊ കുട്ടി പറയും ചിലപ്പോ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് കുട്ടിക്ക് അത് മൂലം ഉണ്ടായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ എന്താണ് അറിയണമെങ്കിൽ നല്ലൊരു കൗൺസിലറിന്റെ സഹായം തേടി വരും. ചിലപ്പോ സൈക്കാട്രി തന്നെ ലെവലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോ നേരത്തെ അവര് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുട്ടികളെ ചിലപ്പോ അവരുടെ ഒരു നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത്, ഇപ്പൊ അവര് പറഞ്ഞല്ലോ ഇപ്പൊ ചോക്ലേറ്റും അതേപോലെ തന്നെ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്ത് ചിലപ്പോ പറയണ്ടാത്ത രീതിയിൽ വായ അടപ്പിക്കുകയാണെങ്കിൽ അപ്പൊ മക്കളത് പറയില്ലല്ലോ. അതെ, അപ്പൊ പറയില്ല. നമ്മൾ അതാ ഞാൻ ചോദിച്ചത്, അതാ ഞാൻ പറഞ്ഞത്. ഈ കുട്ടികൾ എന്ത് ആനന്ദമാണ് അതിൽ കണ്ടെത്തുന്നത് നമ്മൾ അറിയണം.
ഇത് ആ കുട്ടി ഈ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു അബ്യൂസ് കുട്ടി പിന്നെന്താണ് ആസ്വദിക്കുന്നുണ്ടോ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിപ്പോണത്. അല്ലാണ്ട് കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിലേക്ക് പോകില്ലല്ലോ. ശരിയാണ്. ഇതിപ്പോ ആ. വ്യക്തിപരമായിട്ട് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ അനുഭവമാണ്. എന്റെ മക്കൾക്ക് തന്നെ മകൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അവള് ചെറുതാണ്, 6 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നാത്തൂന്റെ ഒരു മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. അവരും അധികം പ്രായമായിട്ടില്ല. ഒരാള് 10ാം ക്ലാസ്സിലും ഒരാൾ ഇതേപോലെ 6ാം ക്ലാസ്സിലും പഠിക്കുന്ന. അപ്പൊ ഇവള് ചെറിയ മോളായെന്ന്, അതായത് ഒരു 1.5-2 വയസ്സ് ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു രീതിക്കുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടത്. അപ്പൊ അത് അന്ന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പക്ഷെ അന്നത്തെ ആ ഒരു സമയത്ത് എനിക്കിത് തുറന്ന് പറയാനുള്ള ഒരു മടിയല്ല, ഒരു പേടി. കാരണം ആ ഒരു സംഭവം കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അങ്ങനത്തെ ഒക്കെ ഒരു ഉൾഭയമായിരുന്നു. പക്ഷെ പിന്നെ കുട്ടി കുറച്ച് പ്രായമായതിനു ശേഷവും അങ്ങനത്തെ രീതിക്കുള്ള ഒരു കാഴ്ച ഞാൻ കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. കാരണം മോളടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അവർ വന്ന് അവരുടെ അടുത്ത് പോവരുത്, അല്ലെങ്കിൽ കൂടെ കിടക്കാൻ വിളിച്ചാൽ ചെല്ലരുത്, അമ്മയുടെ അടുത്ത് തന്നെ നിന്നളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത കുട്ടി പിന്നെ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. കാരണം കുട്ടി പറയില്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവള് പറയില്ല. അതെ, നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരെ നിങ്ങൾ എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? അവരെ അറിയിച്ചിട്ടുണ്ടോ? അവരെ പാരന്റിനെ നേരിട്ട് അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ മോള് പറയണത് ഇതാണ്, മോളെ ഒരു സംസാരമാണ് ഇവര് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ച് മോള് പറയുമ്പോ അപ്പൊ നമുക്ക് അവിടെ എവിഡൻസ് ഇല്ല കൊടുക്കാന്. കുട്ടി പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചെയ്തിട്ടില്ല എന്ന് അവള് തറപ്പിച്ച് പറയുമ്പോ അപ്പൊ നമുക്ക് പിന്നെ കൊടുക്കാൻ എവിഡൻസ് നമ്മളെ കയ്യിലില്ല. അപ്പൊ ഈ ഒരു സാഹചര്യം നമുക്കൊന്ന് ഈ സെക്ഷലി ആയിട്ടുള്ള കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 6 വയസ്സായിട്ടേ ഉള്ളൂ. നല്ലൊരു കുട്ടിക്കൊരു ജെൻഡർ സെക്ഷൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാനുള്ള സമയവും ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കുട്ടിക്ക് ഇതുമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഠനത്തിലോ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ? പഠനത്തിൽ ഇതുപോലെ കുറച്ച് മുന്നേ ഇവരിങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെപ്പിച്ച്, അപ്പൊ കുറച്ച് മുന്നേ ഒക്കെ ഇതുപോലെ എന്റെ അടുത്തേക്ക് വരില്ലായിരുന്നു. അതേപോലെ തന്നെ പേടിയാന്ന്, ഭയങ്കര പേടി, ഞാൻ തല്ലും, അങ്ങനെ എന്നെ പേടിയാണ്, അങ്ങനെയൊക്കെ ഭയങ്കര പേടി. അപ്പൊ സ്കൂൾ ബേസ്ഡ് ആയിട്ട് ഒരു കൗൺസിലർ വെച്ചിട്ട് ഞാനിങ്ങനെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ അവള് പറയണത് ലൈവായിട്ട് കേട്ട്. അപ്പൊ അങ്ങനെ അവര് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചതാണ്. കാരണം ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്നതല്ലേ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോ ചെറിയ രീതിയിൽ ശിക്ഷിക്കും. അപ്പൊ അത് അവര് അല്ല, പറഞ്ഞ് ഇതില് നിങ്ങൾക്ക് ഹസ്ബൻഡിന് ഇതൊന്നും അറിയില്ലേ? ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ഡിസിഷനാണ് പറഞ്ഞിട്ടുള്ളത്? അവര് പറയണത് അത് ഈ തെറ്റായ രീതിക്ക് കണ്ടിട്ടാണ്, അത് അങ്ങനെയൊന്നും ആവില്ല, കുട്ടികളെ കളിപ്പിക്കുകയാണ്, കൊഞ്ചിപ്പിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു രീതിക്ക് അത് എടുക്കാൻ തോന്നുന്നില്ല. അതിപ്പോ ഇനിയിപ്പോ അപ്പൊ എന്റെ കുഴപ്പമോ. ഇനിയിപ്പോ ഇതുവരെ പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചതൊക്കെ സാറ് സംഭവിച്ചു. സാർ പറഞ്ഞോളൂ. ഒരു കാര്യം പറയട്ടെ, ഇവര് ഈ 6 വയസ്സുള്ള കുട്ടീന്റെ അടുത്ത് പറയുന്നത് നല്ലത് ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നതല്ലേ സാർ? അപ്പൊ അവർക്കല്ലേ അതിനെ കുറിച്ച് ക്ലാരിറ്റി കൊടുക്കേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരോട് നിങ്ങൾ എന്താ അതാണ് ചോദിച്ചത്. പക്ഷെ ഓപ്പോസിറ്റ് അങ്ങനെ ആ കുട്ടികളോട് അങ്ങനെ ഞാൻ പറയണം. ചോദിക്കുന്ന ടൈമില് ഈ കുട്ടി ഇത് പറയുമ്പോ ഇവര് പറയണത് കുട്ടി ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണത്. അല്ല, നമ്മളെ സ്കൂളിൽ കുട്ടീനല്ല, ഇതുപോലെ അല്ല, ഒരു അനുഭവം ഉണ്ടായപ്പോ കുട്ടി ഇത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു സാർ, കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു പേടി ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവര് പറയാത്തത്. അതെ, രമ്യ മാം പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ നിങ്ങളുടെ മകളോടല്ല പറയുന്നത്, മറ്റുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുട്ടികളില്ലേ അവരോട് ഇതിനെപ്പറ്റി ചോദിക്കുക, അവർക്ക് അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുക. ഇത് തെറ്റാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ഞാൻ കറക്റ്റ് ആയിട്ട് അറിയിക്കേണ്ടവർ അറിയിക്കും എന്നുള്ളൊരു വാൺ ചെയ്യുക. അതായത് ഉപദേശമല്ല കൊടുക്കണ്ടേ. ഉപദേശമല്ല, വാണിംഗ് ആയിട്ട് തന്നെ ഞാൻ ഒരു തവണ കൊടുത്തപ്പോ ഇവര് പറഞ്ഞത് ഇതാണ്, കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇവള് ചോദിക്കുമ്പോ അതാണ് പറയണത്, ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യുക, അങ്ങനെ സാഹചര്യം കാണുമ്പോൾ ജസ്റ്റ് ഒരു മൊബൈൽ എടുക്കുക, വീഡിയോ എടുക്കുക, നിങ്ങൾ ഹസ്ബൻഡിനെ കാണിക്കുക. അതായിരിക്കുന്നു അല്ലേ? അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്കും തോന്നിയത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് അതെ, അവനന്റെ കയ്യിൽ തെളിവ് ഉണ്ടാക്കി കൊടുക്കുക. കൊടുക്കുക, ഏതൊരു കേസിലും തെളിവ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം കാരണം എന്താ, കാരണം മക്കളാവുമ്പോഴേ പറയില്ല. ചിലപ്പോ ഇവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ഉള്ളിലുള്ള ഒരു പേടി കൊണ്ട് ചിലപ്പോ പറയില്ലായിരിക്കും.
അല്ല കുട്ടികളുടെ മാത്രല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും താങ്കൾ പറയുമ്പോ അത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതെ ഏറ്റവും അതെ ബെസ്റ്റ് അങ്ങനെ എനിക്ക് കുട്ടികളെ തോന്നുന്ന ഒപ്പീനിയൻ കളിപ്പിക്കുകയാണ്, കൊഞ്ചിപ്പിക്കുകയാണ്, ആ ഒരു നിലയ്ക്കാണ് അവര് ഡിസിഷൻ വരുന്നത്. കാരണം അതൊരു അമ്മ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായല്ലോ. എന്റെ കണ്ണിൽ ആ കാഴ്ച ശരിയല്ല എന്ന് തന്നെയാണ്. അപ്പൊ ആദ്യം താങ്കൾ ചെയ്യേണ്ടത് അതിന് ഉള്ള തെളിവ് കൃത്യമായി കയ്യിലെടുത്ത് വെക്കൂ. എന്നിട്ട് ആരോടും ഈ പറയുന്ന ഓപ്പോസിറ്റ് കുട്ടികളോടാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡിനോടാണെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല എന്നുള്ളത് ഉറപ്പിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അതാണ് പക്ഷെ അത് ചെയ്യേണ്ടത്. അതിനൊക്കെ മുന്നേ ഇവർക്ക് നല്ല അതിനുള്ള ഒരു ധൈര്യം വരണം. ഇവർക്ക് ഒരു ചെറിയൊരു പേടി കിടക്കുന്നുണ്ട്. അത് അവരുടെ പ്രശ്നം. എന്തുകൊണ്ടാണെന്നറിയോ? ഫാമിലി വേറെന്താ സ്വന്തം മകൾ, അതെ, എന്തുകൊണ്ടായിരിക്കും സ്വന്തം മകൾക്ക് വാല്യൂ കൊടുക്കുന്നില്ല? ചുറ്റുപാടുള്ള ഫാമിലി എന്ത് സംഭവിക്കും? ഞാനിത് പറഞ്ഞാല് അവരൊക്കെ എന്നെ പറ്റി ഇത് തെറ്റിദ്ധരിക്കും, അവരൊക്കെ എന്താണ് പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സ്വന്തം മകളുടെ ഭാവിയെ പറ്റി മാത്രം ചിന്തിക്കൂ, വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. സാറേ എനിക്ക് പിന്നെ അതേപോലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഇപ്പൊ ഈ ചേച്ചി അല്ലെങ്കിൽ ഇവര് പറയുന്നത് കേൾക്കുമ്പോ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഭാര്യയായി കഴിയുമ്പോൾ അത് ഭർത്താവുമായിട്ടായിരിക്കും ഷെയർ ചെയ്യുക, പാർട്ട്ണറുമായിട്ട്. അപ്പൊ പാർട്ട്ണർ യെസ്, പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ട് അവരിലുള്ളതും കൂടെ കൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ ഒരു തെളിവിലേക്ക് പോലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാ പിന്നെ ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് സീരിയസ് ആയിട്ട് നോക്കണല്ലോ, നീ എന്നാ അത് ഇനി കാണുമ്പോ ഒരു വീഡിയോ എടുത്ത് തോട്ടല്ല, അതൊരു ഫാക്റ്റ് ആണ്. മനസ്സിലാക്കുന്നില്ല. കാരണം 1-2 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവരിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നതാണ്. കാരണം എനിക്കെന്ന് പറഞ്ഞാല് മക്കളെ മാത്രം ശ്രദ്ധിക്കേണ്ട ടൈം ആവില്ല. കാരണം ഓരോരോ പണികളും കാര്യങ്ങളും ആവും. ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത്തിരി നേരത്തെ പണി മാറ്റി വരിക. അപ്പൊ ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവര് ചിലപ്പോ റൂമിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഒറ്റയ്ക്ക് ഇവളെ വിളിച്ചുകൊണ്ടവരുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോ ഞാൻ റൂമിന്റെ വാതിൽ തുറന്നിടലാണ്, ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അതല്ല ഞാൻ അവിടെ ഇല്ലാത്ത ആണെങ്കിൽ അപ്പൊ ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെ അതെ. അതൊക്കെ നെവർ എടുക്കുന്ന ഒരു മൈൻഡാണ് ഇപ്പോഴും. അവരൊക്കെ ഒരു രീതിക്ക് ഇപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്കെന്തോ സൈക്കോളജി ഒക്കെ എടുത്ത് പഠിക്കുന്നതോ എന്താന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ തെറ്റായ രീതിക്കാണെങ്കിൽ തെറ്റ് തന്നെയാണെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ മുന്നേ കൂട്ടി ഒരു കാര്യം ഇത് പറഞ്ഞിട്ടത്. കാരണം ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ളത് പറഞ്ഞത്. അപ്പോ അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും അത് കുട്ടികളെ കൊഞ്ചിപ്പിക്കൽ അല്ലെങ്കിൽ കളിപ്പിക്കൽ ആ ഒരു നിലയ്ക്കുള്ള ഒരു ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെ, ഒരു സാഹചര്യം വരുമ്പോ നല്ലൊരു മൊബൈൽ എടുക്കുക, വീഡിയോ എടുക്കുക, കുട്ടികൾ കാണാണ്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഉള്ളത്, എന്നിട്ട് പെട്ടെന്ന് അതിന് പോയിട്ട് ഇടപെടുക. എന്നിട്ട് ഇനിയിപ്പോ കൗൺസിലറെ കാണിച്ചാലും ഇവള് ഇതന്നെ ആയിരിക്കും പറയണ്ടാവുക അല്ലെ? അതെ, ആദ്യം എന്താണ് നമ്മുടെ ചുറ്റുമുള്ള ഹസ്ബൻഡിനെ സംഭവം ബോധിപ്പിക്കുക അത് നടക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ മറ്റുള്ള ഓപ്പോസിറ്റുള്ള കുട്ടികളെ ഈ വീഡിയോ കാണിച്ചിട്ട് പേടിപ്പിക്കുക. ഇനി ഇത് സംഭവിച്ചാൽ കറക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ പോവുക. ആ ഒരു വാണിംഗ് കൊടുക്കുക അവർക്ക്. വീഡിയോ തെളിവുണ്ട്, തെളിവ് അടക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു തെളിവായിരിക്കും എനിക്ക് നിങ്ങൾക്ക് അടുത്തൊരു ആക്ഷൻ എന്ന് പറയും. പിന്നീട് അത് റിപ്പീറ്റഡ് ആവുമ്പോൾ എന്താണ്, നമുക്ക് എന്താണ് പിന്നീടുള്ള അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ അല്ല കുട്ടിക്ക് അവര് ചെയ്യുന്ന കുട്ടിക്ക് ഇത് ബിഹേവിയർ ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതുമായിട്ട്, ഇത് ഹാബിച്വൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. അതായത് ഇങ്ങനത്തെ ചെറിയ കുട്ടികൾ സെക്ഷുവലിനോട് കൂടുതലായി താല്പര്യം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ, അത് ചെറുപ്പകാലത്ത് ഈ ഹാബിച്വൽ ഡിസോർഡറിന്റെ ചെറിയൊരു തുടക്കം എന്താന്ന് വെച്ചാൽ, ചെറുപ്പകാലത്ത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും, 1.5 വയസ്സ്, നിലത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ പൊറുക്കി തിന്നുമല്ലോ. അപ്പോ ഒരു ചില കുട്ടികൾ അപ്പോ ഇടയ്ക്ക് മണ്ണ് വാരി തിന്നും. അങ്ങനത്തെ കുട്ടികളിലൊക്കെ ഈ സെക്ഷൽ തോട്ട്സിനോട് താല്പര്യം കൂടാനുള്ള സാധ്യത ഉണ്ട്, നല്ല സാധ്യതകളുണ്ട്, പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ അതൊന്നാണ് നമ്മളെന്താണ് ഇങ്ങനത്തെ ഒരു തോട്ട്സ് കുട്ടികളിൽ നിന്നാകുമ്പോൾ കുട്ടീന്റെ ചെറുപ്പ ഡെവലപ്മെന്റ് സ്റ്റേജ് മുതൽ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കും. കുട്ടി എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, എന്തെങ്കിലും പൊറുക്കി തിന്നിട്ടുണ്ടോ, പാരന്റിന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ചില പാരന്റ് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്ന കുട്ടികളെ പാരന്റ് ഹിസ്റ്ററി, നിങ്ങൾ സൈക്കോളജി മേഖലയല്ലേ, അപ്പൊ എന്താണ് അതൊന്ന് നിങ്ങൾ എന്താണ് ഒരു ഹൈഡ് ആയിട്ട് ഒന്ന് അന്വേഷിക്കുക. ഈ കുട്ടിയുടെ എന്താണ് ഇവരെ ഈ ഒരു ക്യാരക്ടർ, ബിഹേവിയർ എന്താണ്, ഈ കുട്ടികൾ ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് വെച്ചപ്പോ ഇവരെ ലൈഫിൽ, അതായത് ഈ കുട്ടികളുടെ ലൈഫിൽ വെച്ചപ്പോ പാരന്റ് ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ട് കുട്ടികളാണെങ്കിലോ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതും ശ്രദ്ധിക്കണം. ഓക്കെ, അതോടൊപ്പം അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ട് തോന്നുന്നു. അതായത്
കുട്ടിക്ക് മാതാവിനോടുള്ള അറ്റാച്ച്മെന്റ് ഒന്ന് പരിശോധിക്കേണ്ടത് നല്ലതായിരിക്കും. കാരണം അതെ അതെ അത് ഈ കുട്ടിക്ക് അത് വളരെ നല്ലതാ. ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് മാതാവിനോട് ഈ കുട്ടി സമ്മതിക്കണില്ലെങ്കിൽ ഒന്നുകിൽ ഈ കുട്ടിക്ക് അമ്മനെ ഭയാണ്, ഉമ്മയാണോ അമ്മയാണോ എനിക്കറിയില്ല, മാഡത്തിന് ഭയാണ്. മാത്രമല്ല ഇവര് കൊടുക്കുന്നതിലും അധികം സ്നേഹം മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട്, അതാ കുട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും കുട്ടികൾ എന്തായാലും നമ്മളടുത്ത് പലതും മറച്ചു വെക്കും. അപ്പൊ ഏറ്റവും നല്ല ഫ്രണ്ട് നമ്മളായ എന്നൊരു കാര്യം കൂടി എന്റെ പിന്നിൽ ഉണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ സാറ് തിരുത്തിക്കൊള്ളിട്ടോ. അല്ല ശരിയാണ്, ഇല്ല ശരിയാണ്. കാരണം ഇപ്പോ ഇവര് വരുന്നത് ഇവളെ അമ്മായിമാരാണ്. അമ്മായിയുടെ മക്കളാണ് ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത്. അപ്പൊ അവര് വരുന്ന ടൈമിൽ വെച്ചാല് അവരിടയ്ക്ക് വരുന്ന ടൈമില് ഇവളടുത്ത് നല്ല സ്നേഹമാണ്. അപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ ഇനിയിപ്പോ അതിനൊരു ചെറിയ തല്ല് കൊടുക്കുകയാണെങ്കിലും കൂടിയിട്ട് അവരത് വലുതാക്കി പറഞ്ഞ് കുട്ടീനെ പേടിപ്പിക്കും. കാരണം അവരും അവരുടെ മക്കൾ എന്ത് തെറ്റ്, ഇപ്പൊ അത് ഏതൊരു രക്ഷിതാവിന്റെ ഒരു കടമയാണ്. ഇപ്പൊ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ, മക്കള് ചെറുപ്പം തൊട്ടേ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും അതിനെ പറഞ്ഞ് തിരുത്തേണ്ടത് രക്ഷിതാക്കളെ കടമയാണ്. ഇല്ല എങ്കിൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ആ കുട്ടി ആവർത്തിക്കുകയാണ് ചെയ്യുക. കാരണം എന്താ, ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബോധമായിരിക്കും, ഞാൻ ചെയ്താലും ഒന്നും പറയില്ല എന്നുള്ളൊരു ബോധമാണ് മക്കളിൽ ഉണ്ടായി വരിക. അപ്പൊ ആ ഒരു നിലയ്ക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറുപ്പം തൊട്ടേ അതിനെ നമ്മൾ പറഞ്ഞ് ശരിയാക്കുന്നത്. അപ്പൊ ഇവരത് കാണുന്ന സമയത്ത് ഇവരതിനെ തെറ്റായിട്ടാണ് മകളുടെ അടുത്ത് ചിത്രീകരിക്കുന്നത്. അപ്പൊ അവളുടെ മൈൻഡിൽ എനിക്കുള്ള ഒരു സ്ഥാനം എന്ന് വെച്ചാല് ഒരു ഭയം ആ ഒരു കാരണം എന്ത് ചെയ്താലും ചീത്ത പറയും, വഴക്ക് പറയും, അല്ലെങ്കിൽ അടിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ലെവൽക്കാണ് അവളുടെ മൈൻഡിൽ എന്റെ ഒരു സ്ഥാനം. അപ്പൊ അവര് വരുന്ന ടൈമിൽ അവരുടെ ലാളനയും കൊഞ്ചലൊക്കെ കുറച്ച് കൂടുമ്പോ അവൾക്ക് അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു തെറാപ്പി നിങ്ങൾ അപ്ലൈ ചെയ്യുക. കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു PCIT എന്ന് പറയുന്ന ഈ ഒരു തെറാപ്പിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് കൊടുക്കുക. എന്നിട്ട് അത് ഒരു കാരണം അവരെ നമ്മളെ സ്വന്തം കുട്ടി നമ്മളോട് അടുക്കുന്നത് വരെ എന്തൊക്കെ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുമോ, കുറെ വാശിയും കാര്യങ്ങളും നമ്മൾ കണ്ണടച്ച് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ അവര് വാശിയും കാര്യങ്ങളൊക്കെ കാണിച്ചോട്ടെ, തൽക്കാലം എന്താണ് ഒന്ന് കണ്ണടയ്ക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പോവുക. പക്ഷെ ഇവര് വന്നു കഴിയുമ്പോഴാണ് ഈ സ്വഭാവം മാറുന്നത്. അതല്ല എങ്കിൽ ഇന്റെ അടുത്ത് തന്നെയാണ്. അല്ല, വന്നു കഴിയുമ്പോ കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു തെറാപ്പി മൂലം നിങ്ങൾ പഠിച്ച കാര്യം കുട്ടികൾ കൊടുക്കുമ്പോ കുറച്ചങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ സ്ഥിരമായിട്ട് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം ഒരു തവണ അവര് വരുന്നത്. അപ്പൊ ആ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് കഴിഞ്ഞാൽ ചിലപ്പോ അവർ വന്ന് അതിന്റെ വാല്യൂ അവർക്ക് കൊടുക്കൂ. കുട്ടി ഓട്ടോമാറ്റിക് ഏജ് കൂടുന്നതിനനുസരിച്ച് സ്വഭാവം മാറും. എല്ലാ കാലം കുട്ടികൾ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഡെവലപ്മെന്റ് അനുസരിച്ച് കുട്ടിക്ക് കൂടുതലായിട്ടുള്ള അവയർനെസ് കുട്ടികൾ കിട്ടിക്കൊണ്ടു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സെഷനിൽ ആളുകൾ കൂടുതലായിട്ട് ഡിസ്കഷൻ ചെയ്യുക. കുറെ ആൾക്കാർ നമ്മളെ, കാരണം ഞാന് പൊതുവെ ഇങ്ങനത്തെ ഒരു സെഷൻ ഇന്ററാക്ഷൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം പലതരത്തിൽ ഒരുപാട് ആളുകൾ ഇടപെട്ടു, ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ പറ്റിയ ഒരു കേസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പറയാം എന്നുള്ളതൊക്കെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല സെഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ വെള്ളിയാഴ്ചയും പരമാവധി ഞാൻ ഉണ്ടാവും. മറ്റുള്ള ദിവസങ്ങൾ ഫ്രീ വെബിനാറുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ എന്താണ് എല്ലാവരും പങ്കെടുക്കുക. പറ്റുന്ന സമയത്ത് റെക്കോർഡ് കേൾക്കുക. ഇന്നത്തെ ഒരു എന്ത് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? റിയാസ് സാർ ഇന്നും യാത്രയിലാണോ? യാത്രയിൽ തന്നെയാണ്. എപ്പോഴും ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് യാത്ര. വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ടേ ഓക്കെ, എന്നാലും ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഈ അടുത്ത് എന്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ട്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അത് പെൺകുട്ടി കുറച്ച് പയ്യനെ ശിക്ഷിക്കപ്പെട്ടു. 21 വയസ്സുള്ള കുട്ടിയാണ്. പയ്യൻ ഈ കുട്ടി അവന്റെ അടുത്ത് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ അബ്യൂസ് ശാരീരികമായൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അത് നാട്ടുകാർ 1-2 ആളുകൾ കണ്ടു, അത് പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളെ കുട്ടികള് എന്തെങ്കിലും സംഗതി കിട്ടുന്നു എന്ന് കണ്ടാലേ
അതില് ഒന്നിനെയും ഗൗരവത്തില്ലാതെ എന്ത് വിഷയത്തെയും ഒരു കോംപ്രമൈസ് ചെയ്യണ സ്വഭാവമായി. കുട്ടികൾക്ക് പൈസ കിട്ടിയാൽ മതി, ചിലപ്പോൾ ചോക്ലേറ്റ് കിട്ടിയാൽ മതി, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടിയാൽ മതി. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയാം. മിസ്യൂസ് ചെയ്യേണ്ടവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും കുട്ടികളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് ചെയ്യാനുള്ള കാര്യം. ആ പയ്യൻ 6 മാസം ശിക്ഷിച്ചു. അതൊക്കെ നല്ലതാ. കാരണം ആ കുട്ടിക്ക് ഒരു നല്ലൊരു ആ ശിക്ഷയിൽ നിന്ന് കുട്ടിക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതെ. കുട്ടിയും കുട്ടിന്റെ രക്ഷിതാക്കളും പരാതിപ്പെട്ടില്ല. കുട്ടിന്റെ രക്ഷിതാക്കൾ പരാതി ഇല്ല എന്ന് പറഞ്ഞു. അത് ഓപ്പൺലി വന്നതുകൊണ്ട് പോലീസ് കേസെടുത്തു. സ്കൂളിൽ നിന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേറെയും കേസുകളുണ്ട്. കാരണം എന്താണ്, നമ്മള് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം വരും. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉള്ളത് നമ്മൾ പാരന്റ് എന്ന നിലയിൽ എപ്പോഴും ശ്രദ്ധിക്കുക. കുട്ടി കറക്റ്റ് വീട്ടിൽ നിന്ന് പോകുന്നു, വൈകുന്നേരം കറക്റ്റ് സമയത്ത് വരുന്നുണ്ടോ, എന്താ ലേറ്റ് ആയത്, അതൊക്കെ നമ്മൾ കാര്യങ്ങൾ കുറെ നമ്മളെ ആൺകുട്ടികളായും പെൺകുട്ടികളോടൊക്കെ ചോദിക്കണം. എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി? ഇപ്പൊ ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ സമയം കഴിഞ്ഞ് ട്യൂഷൻ എത്തിയിട്ടില്ലെങ്കിൽ എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സും ട്യൂഷന് പോകുന്ന അവിടുത്തെ സെന്റർ അവരുമായിട്ട് എപ്പോഴും എന്താണ് നമ്മൾ കോണ്ടാക്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ റിയാസ് സാർ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ തെറ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നത്തെ സമയത്ത് അവൈലബിൾ ആണ്. അപ്പോ ആ ഒരു രീതിയിലേക്ക് എന്താണ് നമ്മൾ ഒരു അശ്രദ്ധ ഇല്ലാത്തൊരു കാരണം കൊണ്ട് നമ്മുടെ കുട്ടികൾ പോകാൻ പാടില്ല. എന്താണ് പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത്, നമ്മളെ വീട്ടിലെ കുടുംബത്തിലുള്ള ആളുകൾ കുട്ടികളോട് ഇന്നതാണ് നമ്മളെ കുടുംബത്തിലെ ആളുകളാണ്, ഇന്ന ആൾ ഇന്നതുപോലെ തൊടും, അല്ലെങ്കിൽ ഞാൻ തൊടും പോലെ അല്ല മറ്റേ ആൾ തൊടും. അത് കുട്ടികളെ കറക്റ്റ് ആയിട്ട് എന്താണ് ബോഡി ടച്ചിങ്, ബാഡും ഗുഡും, ഗുഡ് ടച്ചിങ് ബാഡ് ടച്ചിങ്, ഇത് കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ ഒരു 3-4 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. അതായത് കുടുംബത്തിന് പുറത്തെ ആളെ ചിലപ്പോൾ മാമന്റെ മോനായിരിക്കും, മറ്റവനായിരിക്കും, അതൊക്കെ ആയിരിക്കും. കുട്ടികൾ അറിയാത്തൊരു സ്പർശനം കുട്ടികൾ വന്ന് അത് അറിയണം. കുട്ടികൾ ബോഡിയിൽ അറിയണം ഇയാൾ തൊടുന്നത് മോശമായിട്ടുള്ള രീതിയിലാണ്. അതിനെ കുട്ടി എന്താണ് റെസ്പോൺസ് ചെയ്തു തുടങ്ങണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അതാണ് വേണ്ടത്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും രസകരമായിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു ക്ലാസ്സിലെ ഒരു നഴ്സറി LKG UKG ആണെന്നറിയില്ല, ആ ഒരു കുട്ടീനെ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബാക്കിലൊരു ടീച്ചർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തോളിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഓരോ അവിടെ തൊടുന്നു, അത് ബാഡാണ് ഗുഡാണ്. അപ്പോൾ സ്കൂളിൽ എത്രയാണ്, ഒരു 20-25ഓളം കുട്ടികൾ ഇരിക്കുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും. ആ ടീച്ചർ അവിടെ പഠിപ്പിക്കുകയാണ്. ഇത് എന്താണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദി വീഡിയോ ആണ്. അപ്പോൾ അവര് ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഒരു ടച്ചിങ് എന്ന് പറയുന്നത്, നല്ല ടച്ചിങ്. അച്ഛൻ തൊടുന്ന രീതി കാണിക്കുന്നു, അമ്മ തൊടുന്ന രീതി കാണിക്കുന്നു, ജ്യേഷ്ഠൻ തൊടുന്നത് തുടങ്ങി, പിന്നെ പുറത്തുള്ള ഫ്രണ്ട് തൊടുന്ന കാണിക്കുന്നു, മാമൻ തൊടുന്ന, അങ്ങനെ ഇപ്പൊ പിന്നെ ഒരു സ്ട്രേഞ്ചേഴ്സ് തൊടുന്ന രീതി, പല രീതി എന്താണ് ബോഡിയിൽ കൂടെ ആ കുട്ടീനെ ഇങ്ങനെ തൊട്ട് കാണിക്കുകയാണ്. കുട്ടി ഇങ്ങനെ ഓരോന്നിന് ബാഡ് ഗുഡ് ഇങ്ങനെ പറയിപ്പിക്കും. ആ രീതിയിൽ എന്താണ് നമ്മൾ വരണം നമ്മളെ പാരന്റ് എന്നുള്ളത്. അപ്പൊ എന്താ ഇങ്ങനത്തെ കേസ്, പോക്സോ കേസുകൾ, മറ്റു ട്രോമ കേസുകൾ, പല കേസുകൾ നമുക്ക് തന്നെ എന്താണ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ എന്താ നോർമലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള കുടുംബത്തിലല്ല നടക്കുന്നത്, ഇത് ആ കുടുംബത്തിലല്ല. നമുക്കൊരു പ്രശ്നങ്ങളില്ല, നമ്മൾ ന്യൂസ് വായിക്കുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു, കേൾക്കുന്നു. പക്ഷെ എന്താണ് ഈ ഒരു വിഷയം നമ്മുടെ കുട്ടിക്ക് എപ്പോഴും സംഭവിക്കാം. ഇന്നത്തെ കാലം അതാണ്. അപ്പൊ അതാണ് നമ്മൾ പോയി അതിനെപ്പറ്റി എന്താണ് അവയർനെസ്, അതിനെപ്പറ്റി ഈ ആങ്സൈറ്റി കൂടി വേറെ പ്രശ്നത്തിലേക്ക് പോകരുത്. കാരണം അതിനെപ്പറ്റി എന്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കെയർ കൊടുക്കുക. നമ്മളെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് വളരുന്നത്, ഒരു ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തൊക്കെയാണ് ഫോണിലൂടെ കാണുന്നത്, ഏത് ഗെയിംസ് ആണ് കളിക്കുന്നത്, ഇതിലൊക്കെ നമുക്കും പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലമല്ലേ, എന്തൊക്കെ അവസരങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ എന്താണ് അതിനെപ്പറ്റി എന്താണ് കുട്ടികൾ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടും. കുട്ടികളോട് ചോദിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലാണ് നമ്മൾ മാറേണ്ടത്, അത് കുട്ടികളോട് നമ്മൾ തന്നെ ചോദിക്കുക. കുട്ടികൾ ചില പല പ്രശ്നങ്ങളും ഉണ്ടാകും, കുട്ടികൾ പറയാതിരിക്കും. അപ്പൊ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെ പാരന്റ് ആയിട്ട് നമ്മൾ ആദ്യം മാറും. അല്ലാണ്ട് നമ്മൾ പറയുന്നത് പോലെ അവരെ വളർത്താണ്ട് അവര് പറയുന്ന രീതിയിലേക്ക് എന്താണ് നമ്മൾ വളരാൻ ശ്രമിക്കുക. അപ്പൊ എന്താണ് അവർക്ക് മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ അവരനുസരിച്ച് തുടങ്ങും. കാരണം എന്താണ്, ഞാൻ പറയുന്നത് പോലെ അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ട്, ഉപ്പയും ഉമ്മയും കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് അവർക്ക് വരും. അതുകൊണ്ട് ഈ ഒരു എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോരും. ഇനിയിപ്പോ എന്ത് സ്കൂളിൽ സംഭവിച്ചാലും, അവർ ലൈഫ് സംഭവിച്ചാൽ പോലും അവർ ആദ്യം ചോദിക്കുന്നത് എന്താണ്, രക്ഷിതാക്കളോട് നമ്മളെ പാരന്റ് ചോദിക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താ ചെയ്യാന്നുള്ളത്. അവിടേക്ക് നമ്മളെ മക്കൾ എത്തിക്കണം. അപ്പൊ സാധാരണ എല്ലാ കുടുംബത്തിലും ഉണ്ട്. കുറെ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താണ് ഒരുപാട് അവയർനെസ് ഉണ്ടെന്നൊക്കെ കാര്യം കുറവാണ്. എങ്കിൽ പോലും എന്താണ് ഒരു 10-20% പാരന്റ് ഇപ്പോഴും ഉണ്ടാണ്
പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ കുട്ടികളെ കൊണ്ട്. കാരണം എന്താ, അതിനെപ്പറ്റി അവർക്ക് അവയർനെസ് ഇല്ലാത്തതാവാം, ഇനിയിപ്പോ അറിഞ്ഞിട്ടും കൊടുക്കാത്തതുമാവാം. ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ കുട്ടീന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളാകുക, നമ്മളെ കുട്ടിക്ക് ഏറ്റവും അധികം സ്നേഹം കൊടുക്കുന്നത് നമ്മളാകുക എന്നായാൽ തന്നെ ഒരു പരിധിവരെ വിഷയങ്ങൾ തീരും. പിന്നെ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടും അപ്പൊ തന്നെ നമ്മളോടാണ് ആദ്യം പറയാം. ഏറ്റവും അടുത്ത കൂട്ടുകാരനോടായിരിക്കും പങ്കുവെക്കുക. അത് നമ്മളായാൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അതെ അതെ, വളരെ നല്ല പറഞ്ഞ കാര്യം സത്യമാണ്. അതിലൊരു കാര്യം കൂടി ഇല്ല സാർ. കാരണം നമ്മൾ പറയുന്നത് മാത്രം നമ്മൾ കേട്ടിരുന്നാൽ അവര് ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളാണ്, അവർക്ക് അവരെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും ചോക്ലേറ്റ് കഴിക്കണം, ഐസ്ക്രീം കഴിക്കണം, അവരെ അടിക്കാൻ പാടില്ല, അവരെ ചീത്തറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പാരന്റിനായിരിക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും അവർക്ക് ഇഷ്ടം അവരെ ഇതില്. അല്ലെങ്കിൽ ഫോണ് കൊടുക്കുന്ന, ഫോൺ നമ്മൾ ചോദിക്കുമ്പോൾ ഫോണ് തരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഫോൺ കൊടുക്കുന്നവരെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മളൊരു പാരന്റ് എന്ന നിലയിൽ നമ്മൾ ആ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യല്? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ആവശ്യമുള്ള സമയത്ത് കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയം നിനക്ക് ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കുക. ഇനി പഠനത്തിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു ഗെയിം സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കാരണം കർക്കശമായിട്ട് എന്താണ് നമ്മൾ ഫോണ് ദിവസം ഒരു 10 മിനിറ്റ് കൊടുക്കും നമ്മൾ പറയാം. കുട്ടിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോ എന്താണ്, വെറുതെ ഓരോ സാധനങ്ങൾക്ക് വിളിച്ച് കരയാണ് കുട്ടിയാണെങ്കിൽ കുട്ടീനോട് പറയാ, നിനക്ക് അതിന്റെ ആവശ്യമില്ല, നിനക്ക് ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ അത് വാങ്ങിത്തരും, ഇപ്പൊ അതിന്റെ ആവശ്യമല്ല, ഇപ്പൊ ഇതിന്റെ ആവശ്യമാണ് നിനക്കുള്ളത്. അത് നമ്മളെ കുട്ടികൾ നമ്മൾ പറയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി റോഡിൽ നിന്ന് കുറെ ഭയങ്കര വാശിയോടെ കരയാണ്, എനിക്ക് ആ ടോയ് വേണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് പാരന്റ് ഒന്ന് വിചാരിക്കുക എന്താണ്, ഒന്ന് കുട്ടീന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി, അല്ലെ നാട്ടുകാർ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നാണക്കേട് വെച്ച് സാധനം വാങ്ങിക്കൊടുക്കും. അതേ സമയത്ത് ആ കുട്ടിക്ക് ആ ടോയ് കൊണ്ടുള്ള ആവശ്യമുണ്ടോ, അതേപോലെ വീട്ടിൽ കുറെ ഉണ്ടാവും, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കുട്ടി കരയുന്നത് കരയട്ടെ, കുട്ടീന്റെ ഇമോഷൻ അല്ലേ, കുട്ടി അവിടെ പ്രകടിപ്പിക്കട്ടെ, കുട്ടിയെ കൊണ്ട് പോവുക. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും എന്താണ്, നോർമൽ 5-6 വയസ്സുള്ള കുട്ടി ഞാൻ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്കത് കിട്ടൂല. കാരണം എന്താണ്, പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് പാരന്റ് അവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്, ഈ കുട്ടിക്ക് ഈ ഒരു ടോയ് നിനക്ക് ആവശ്യമില്ല, നിനക്ക് കളിക്കാൻ വേറെ സാധനങ്ങൾ വീട്ടിലുണ്ട്, തൽക്കാലം അത് കുളിക്കുക, ഇപ്പൊ എന്റെ പൈസ ഇല്ല. ഇത് നോർമലായിട്ട് പറയും. കാരണം നമ്മൾ ഭയങ്കര ദേഷ്യത്തോട് കൂടി പറയുമ്പോഴാണ് കുട്ടിക്ക് വാശി കൂടുന്നത്. കുട്ടി ആ കരച്ചിലൊക്കെ ഒന്ന് വീട്ടിലെത്തിയിട്ട് എന്താ സാധനം വാങ്ങിക്കൊടുക്കരുത്, ആവശ്യമില്ല വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യരുത്. ഇനി ഫോണിന്റെ ആവശ്യമില്ല ഫോൺ കൊടുക്കുക തന്നെ ചെയ്യരുത്. കാരണം എന്താണ്, എന്റെ മോക്ക് ഒരു 4 വയസ്സ് ചോറ് തിന്നണമെങ്കിൽ പോലും എന്താണ്, ഈ സാധനം അല്ലാണ്ട് പറ്റൂലേ. ഇപ്പോൾ 5 വയസ്സായി, 5 വയസ്സായിട്ടില്ല, LKG-യിലാണ്. അപ്പോ ഈ സമയത്ത് എന്താണ്, ഞാൻ കൊടുത്ത ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്റെ വൈഫ് കൊടുത്തതാണ്. കാരണം ഫോണ് ഭക്ഷണം കഴിക്കാൻ ആദ്യമൊക്കെ അവള് ചിലപ്പോ എന്തെങ്കിലും പണിയിലൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് അങ്ങനെ ശീലമാക്കി. പിന്നെന്താണ്, ഇവിടെ എന്ത് സമയം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ് വേണം. എന്താ, അതന്നെ അവൾ തന്നെ മാറ്റി. ഭക്ഷണം കഴിക്കുന്ന എനിക്ക് എന്തിനാ ഫോണ് തരൂല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഫോൺ തരും, കുറച്ചു നേരം ഉപയോഗിക്കാം. അത് അങ്ങനെ ശീലാക്കി. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്നുകിലും പുറത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികളെ കൂടെയാക്കും. ആ ഫോൺ ഉപയോഗിക്കുന്നത് എന്താണ്, ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നല്ല, ദിവസം എന്താണ് ഒരു 10 മിനിറ്റിന്, അത് കഴിഞ്ഞപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങും വാശിയോടെ തന്നെ. കരയട്ടെ, ഞാൻ ചിലപ്പോൾ അതിനൊക്കെ പറയും ഒന്നുകൂടി കൊടുത്തേക്കെന്നൊക്കെ പറയും. പക്ഷെ എന്താണ്, വൈഫ് അക്കാര്യത്തിൽ എന്താണ് ഭയങ്കര സിമ്പിളായി കൊടുത്ത് ശീലാക്കിയാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങും. കാരണം ആ പിടിച്ചു വാങ്ങുന്ന സമയത്ത് കുറച്ച് കരയുന്നത് 5 മിനിറ്റ് പിന്നെ അവര് സമയം സ്നേഹത്തിലായി, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് നിരന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ല സാർ, ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ പോയാൽ തന്നെ ഒരുവിധം കുട്ടികളൊക്കെ ഈ ഫോണുമല്ലാണ് ഇരിക്കുന്നത്. അവർ ആ കല്യാണ വീട്ടിൽ വരുന്നപ്പോ അടുത്ത റിലേറ്റീവ്സിന്റെ കല്യാണം ആണെങ്കിൽ പോലും അവർ ആ ആൾക്കാരെ കാണാനോ അല്ലെങ്കിൽ ബഹുമാനിക്കാനോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ നിൽക്കുന്നില്ല. ഒരാളെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ചുറ്റും 3-4 ആളുണ്ടായിരിക്കും. അപ്പൊ അവര് കുട്ടികളെ കമ്പയർ ചെയ്യണം. നമ്മൾ അവരെ പേരൻസ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ നമ്മളെ പേരൻസ് തരാത്ത, നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ്. അവര് സ്നേഹം അളക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. അപ്പൊ നമ്മൾ അളക്കുന്ന സ്നേഹത്തെ നമ്മൾ അവരോട് പറയുക, കുട്ടികളോട് ഇങ്ങനെയാണ്, അതൊരു സ്നേഹമല്ല. അവര് ഫോൺ ഫോൺ ഉപയോഗിക്കണ്ടെന്നല്ല, നിനക്ക് ആവശ്യമുള്ള സമയത്ത് നീ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഫോൺ എന്തിനാ കല്യാണം ഒരു പബ്ലിക്കായിട്ട് അവിടെ പോണത്? അവിടെ നമ്മൾ പോകുന്നത് കല്യാണത്തിനാണ്, ഭക്ഷണം കഴിക്കാനാണ്, കുറെ ആളുകളെ കാണാനാണ്. കുട്ടികൾ അവര് കളിച്ചോട്ടെ, നിനക്കും വേണേ കൂടെ ഇരുന്ന് കളിച്ചോ, അല്ലെ ഫോൺ കണ്ടോ, അവര് സമ്മതിക്കുകയാണെങ്കിൽ.
അവരെ കുട്ടികൾ എന്താണ് പാരന്റ് മോശമായിട്ട് വളർത്തുന്നത് കൊണ്ടാണ് ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നത്. ഇതെന്താണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചതൊക്കെ ഞാൻ പറയുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും നടക്കൂല എന്ന് തോന്നും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി നിങ്ങളുടെ ലൈഫിൽ. ഇനിയിപ്പോ ആരായാലും നമ്മൾ കൊടുക്കുന്ന അവയർനെസ് എന്താ അറിയോ? ഞാൻ നേരത്തെ അനീസ് സാറിന്റെ വാക്കുകൾ അല്ല, നമ്മുടെ അനസ് സാറിന്റെ വാക്കുകൾക്ക് കടമ. നമ്മൾ അവരിൽ ഒരാളാകുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരെ നീഡ്സിനനുസരിച്ച് പെരുമാറുന്നതിനപ്പുറം അവർക്ക് എന്താണ് നമ്മൾ കറക്റ്റ് സമയത്ത് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും കൂടിയുമാണ്. അല്ലാണ്ട് അവര് പൂർണ്ണമായി കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോ ചിലപ്പോ അവർക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും, എപ്പോഴും മൊബൈൽ ഫോൺ, എപ്പോഴും ഐസ്ക്രീം, ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കണം. പറഞ്ഞൊക്കെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നിനക്ക് അവിടെ ഫോണിന്റെ ആവശ്യമില്ല, നീ വീട്ടിൽ നിന്ന് ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അവിടുന്ന് ഫോൺ ഫോണ് വീട്ടിൽ നിന്ന് എന്താണ് അപ്പൊ എന്താണ്? പറയൂ. അതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇപ്പൊ എന്റെ ഒരു പറഞ്ഞു. സെഷൻസിലൊക്കെ എനിക്ക് തോന്നി ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് വാക്കാൽ കുറേ കുട്ടികളോട് പ്രായം അനുസരിച്ച് കുറേ നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും എത്ര കുട്ടികളിലേക്ക് അത് എത്തും എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോ ഇപ്പൊ ഈ പറയുന്ന കാര്യം ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി എന്ന് പറയുന്ന അവസ്ഥയെ നമ്മളൊന്ന് മാറ്റിയാൽ പോരെ. അതായത് കുട്ടി ഇത്രയും സമയം ഫോൺ ഉപയോഗിക്കുന്നത് അവന് വേറെ ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ വേറൊരു അതെ കാര്യത്തിലും എൻഗേജ് ആവാത്തത് കൊണ്ടല്ലേ. അതെ ഇപ്പം അതെ പേരൻസ് അപ്പൊ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒന്ന് ആ രീതിയിൽ പാരൻസും കൂടെ ഒന്ന് റെഡി ആയാൽ പോരെ. കുട്ടീനോടും അതെ പറഞ്ഞ് നമുക്ക് ഈ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം, നമുക്കൊന്ന് പുറത്ത് പോയി കളിക്കാം, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോയി ഒരു പാർക്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ പല പല എന്താ വിഷയങ്ങളിലേക്ക് കുട്ടീനെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയം അതെ കുറച്ച് കുറയും. അതെ, കുറച്ചൊന്നല്ല, ഒരുപാട് കുറയും. നമ്മൾ പഠിപ്പിക്കുന്ന സ്കില്ലുകൾ, കൗൺസിലിംഗ് സെന്ററിൽ കൊടുക്കുന്ന സ്കില്ലുകൾ അതായിരിക്കണം. നിങ്ങൾ പറഞ്ഞത് വളരെ റെഡിയാണ്. അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് കുട്ടികൾ. കാരണം അവരെ മൊബൈൽ ഫോണിൽ പരമാവധി കൊടുക്കുക എന്നുള്ളത്, കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് അവരെ വേറെ കളിയിലേക്ക് പുറത്തേക്ക് പോവുക, നിങ്ങൾ പറഞ്ഞ മാതിരി പാർക്കിലേക്ക് പോവുക, അവർക്ക് എന്താണ് ഫാമിലിയുമായിട്ടുള്ള ഒരു യാത്ര പോവുക. ഇതൊക്കെ എപ്പോഴും നടക്കില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ആഴ്ചയിൽ 1-2 തവണയെങ്കിലും എന്താണ് അവരെ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകാൻ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ വാശി കുറയും. അതെ എനിക്കതിൽ പറയാനുണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ ഒരു ക്ലയന്റ് അങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ആ, കുട്ടിയെ പുറത്തേക്ക് കല്യാണത്തിനല്ല പുറത്തേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും ഫംഗ്ഷൻ കൊണ്ടുപോയാൽ ഭയങ്കര ഒന്നിക്കൽ ഈ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ വെറുതെ ഞാൻ വായിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. ഒന്ന് പോകുമ്പോൾ വെറുതെ കുട്ടിയോട് ഇപ്പൊ പോകുന്ന ഫംഗ്ഷനിലെ എന്തെങ്കിലും കാര്യങ്ങൾ, കൗതുകപരമായ കാര്യങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറ. അതും നമ്മൾ പറയുന്ന രീതി തന്നെ ടീച്ചിങ് ആയിട്ടല്ല. ഇപ്പൊ ഈ റിയാസ് സാറ് പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് വെച്ച് കുട്ടീനോട്, എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് ഈ രീതിയിൽ കൗണ്ട് ചെയ്യാം. അവിടുത്തെ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഇന്ന കാര്യം ആയിക്കോട്ടെ, പോയി കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാം. അത് ഏജ് വെച്ചിട്ട്, കുട്ടികളുടെ ഓരോ ഏജ് അതെ വെച്ചിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കൂ. അപ്പൊ അവിടെ അതെ അതെ എത്തിക്കഴിഞ്ഞാൽ കളിക്കുന്നതിനിടക്കാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ്, നിങ്ങളുടെ കൂടെ കളിക്കുന്ന കുട്ടികളുടെ ഡ്രസ്സുകൾ നോക്കുക, അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കുക, തിരിച്ചു വന്നിട്ട് നമുക്ക് ഇന്ന ഗെയിം കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇതുവഴിയൊക്കെ ഒന്ന് ഡെവലപ്പ് ആവുമല്ലോ. അപ്പൊ അവർ ഈ ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ എന്റെ റിസൾട്ട് കിട്ടി. അവർ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്തു. ഞാനൊന്ന് അപ്ലൈ അതെ അതെ ചെയ്ത് നോക്കിയതാ അത്. അപ്പൊ അത് അതെ സക്സസ് ആയി. അങ്ങനെ തന്നെയാണ്. അതെ, ബിഹേവിയർ മാനേജ്മെന്റ് തെറാപ്പിയിലൊക്കെ അത് തന്നെയാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകേണ്ടത്. വളരെ കറക്റ്റ് ആണ്. അതിലൊന്നും നമുക്കൊരു സംശയവും ഒരു ഡൗട്ടും ഇല്ല. വളരെ താങ്ക് യു അപർണ. ഓക്കെ, ഓക്കെ. എവിടെയാ നാട്ടിലെ അപർണ? അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സുകാരന്റെ ഒരു മൊബൈൽ പ്രശ്നം എന്റെ അടുത്ത് വന്നിരുന്നു. അതിപ്പോ ആ നല്ല മാറ്റമുണ്ട് ആ ക്ലയന്റിന്റെ അടുത്ത് ആ, നിന്ന്. അതെന്താ അതെ സംഭവം എന്ന് അതെ വെച്ചാൽ ഈ കുട്ടികൾക്ക് മറ്റൊരു എൻജോയ്മെന്റും കിട്ടാതിരിക്കുകയും എളുപ്പം ലഭ്യമാവുകയും ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഉപകരണം എന്ന രീതിയിലാണ് മൊബൈൽ പോകുന്നത്. മറ്റു കുട്ടികളെ, അതെ അയൽവാസികളുടെ കുട്ടികളായിട്ട് ടച്ച് ഇല്ല, സ്വന്തം മാതാപിതാക്കളൊന്ന് ചേർത്തിരുത്തി വർത്തമാനം പറയില്ല, സ്കൂളിലെ ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു എന്ന വിവരം ചോദിക്കൂല. ഇങ്ങനെ ആവുമ്പോ കുട്ടി സ്വാഭാവികമായി കുട്ടിക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ടേ? അതേസമയം അതെ അതെ ഞാൻ പറഞ്ഞു, നിങ്ങളെ കുട്ടീനെ കൂട്ടിയിട്ട് ഒന്ന് പാമ്പും കോണിയും കളിക്കും ഒരു ദിവസം ഉം, ഉം, ചെസ് കളിപ്പിക്കും. ഇങ്ങനെ 1 മണിക്കൂർ സമയം, ഏതെങ്കിലും ഒരു സമയത്ത്, ഉം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ കുട്ടീൻ്റെ ഒപ്പം ഇരിക്കാൻ തയ്യാറാകുക. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ കുട്ടി ഫോൺ ചോദിക്കണമെന്നല്ല. അതെ അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ കാര്യമാണ്. കുട്ടിക്ക് വേറെ ഒന്നും ഉം. കിട്ടാത്തതുകൊണ്ടാണ് കുട്ടി നമുക്ക് വരുന്നത്. അതെ അതെ വളരെ കറക്റ്റാണ്. ഇങ്ങനത്തെ കുട്ടികൾ നമുക്ക് എവിടെയും മാറിക്കാൻ വേണ്ടി കുട്ടികൾക്ക്
ഒരു എന്താണ് പറയാ, എന്തെങ്കിലും നമ്മൾ പോയ മൊബൈൽ എടുത്ത് കൊടുത്ത് ശീലിപ്പിക്കുക, അത് കുട്ടികളത് ഇതാവും. പിന്നെയുള്ളത് സർ, ഓ, പണ്ടുള്ള അമ്മാവന്മാരുടെ ചിട്ട ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊന്നും ജനറേഷൻ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അതെ അതെ, നമ്മുടെ നിലവിലുള്ള ആ തന്ത വൈബ് ഒക്കെ പറയാറില്ല, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. അത് ഓക്വേർഡ്നെസ് മാറ്റിയാലും മതി സർ. അതെ അതെ, ഇപ്പൊ പുതിയൊരു ജനറേഷൻ ആണല്ലോ തന്ത വൈബ് എന്ന് പറയല്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നടക്കൂല. അത് പരമാവധി എന്താണ് ഒഴിവാക്കിയ ആ ഓരോ വൈബിലേക്ക് നമ്മളങ്ങനെ പറക്കുകയല്ലേ. ഇല്ലെങ്കിൽ അല്ല, നമ്മൾ നമ്മൾ അവരുടെ അപ്ഡേറ്റ് ആവുക ശത്രുവായി എന്നുള്ളതേ മാറും. പറ്റുള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. അതെ അതെ, അല്ല അല്ലെങ്കിൽ നടക്കൂല. നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. അതെ അതെ. സാർ ഒരു ഡൗട്ടും കൂടി ചോദിച്ചത്. സോറി, ആ സമയം കഴിഞ്ഞോ? ഇല്ല ഇല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ, സമയമുണ്ട്. ഒരു കുട്ടിക്ക് ADHD ആണെന്ന് ഇപ്പൊ സ്കൂളിൽ നിന്ന് ഒരു പാരന്റ് എന്നോട് പറഞ്ഞതാണ്. ആ കുട്ടി കുറച്ചൊരു റെസ്റ്റ്ലെസ്, അങ്ങനെ അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതമാണ് ആൾക്ക്. പക്ഷെ പഠിക്കാൻ ആ ഒരു ആവറേജ് ആണ്. പക്ഷെ ആ കുട്ടി അവിടുത്തെ കൗൺസിലർ ആ കുട്ടിക്ക് ADHD ആണെന്നാണ് പറഞ്ഞത്. ആ നമ്മളൊരു കുട്ടിക്ക് ADHD ആണ് എന്ന് എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് സാർ? ADHD എങ്ങനെയാണെന്ന് കുട്ടി സ്ഥിരീകരിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോ അവരെന്ത് അതായത് കുട്ടി പറഞ്ഞോളൂ. അടങ്ങിയിരിക്കുന്നില്ല, ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല. ചില ആ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ കുട്ടി അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ കുട്ടി പറയുന്നത് കേൾക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ കുട്ടി അടങ്ങിയിരിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ അടുത്തുള്ള കുട്ടികളെ ചിലപ്പം തോണ്ടുക, പെണ്ണിട്ട് വരയ്ക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ, കലാപരിപാടികൾ, അതും ഇടയ്ക്ക്, എപ്പോഴും എന്നുമല്ല, വല്ലപ്പോഴൊക്കെ ആ അങ്ങനെ കംപ്ലൈന്റ് വരുന്നത്. ഇത് വെച്ചിട്ടാണ് അവർ ആ കുട്ടിക്ക് ADHD ആണെന്ന് പറഞ്ഞത്. പുതിയതായിട്ട് ഈ പറഞ്ഞത് നോക്കുമ്പോ കുട്ടികള് പിന്നെ ശ്രദ്ധക്കുറവ് ഉണ്ടാവും, കൂടുതലായിട്ട് ഇമ്പൾസിവിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ADHD കൂടെ. കാരണം എല്ലാത്തിനും ഒരു എന്താണ് പൊട്ടിത്തെറി എന്നൊക്കെ പറയാറില്ലേ. അന്നപ്പോ അങ്ങനത്തൊക്കെയാണ് സാധാരണ സ്കൂളിലും വീട്ടിലും. ഇത് സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണെങ്കിൽ ചില ക്ലാസ്സിൽ പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളിൽ ചില ക്ലാസ് പ്രശ്നമില്ല. അത് ADHD അല്ല. എല്ലാ ക്ലാസ്സിലും കുട്ടി ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സിംറ്റംസ് ADHD ഉണ്ട് എന്ന് പറയാം. അതായത് ആ പിന്നെ കുട്ടിക്ക് ഈ ഒരു പിന്നെ പ്രശ്നമില്ല. അതേ പിന്നെ ADHD പ്രധാനമായിട്ടുള്ള പ്രശ്നം കുട്ടി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് ഹോംവർക്കും കാര്യങ്ങളും കുട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലെങ്കിൽ കുട്ടിക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും ഈ ADHD. അതേസമയം കുട്ടി ചില ഹോംവർക്ക് ചെയ്യുന്ന ചില വിഷയങ്ങൾ, അപ്പൊ ആ ടീച്ചേഴ്സിന് കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അതൊരു ADHD ആണ്. പിന്നെ വേറെ ഇപ്പോഴത്തെ ഒരു ടീച്ചേഴ്സിന്റെ പ്രശ്നം എന്താ പറയുക, കുട്ടി ഒന്നെങ്കിലും ഒന്ന് വികൃതി ക്ലാസ്സിന് കാണിച്ചാൽ ടീച്ചർക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം കൂടി വന്നാൽ അപ്പൊ ടീച്ചർ പാരന്റ് കുട്ടിക്ക് ADHD ആണ്, പെട്ടെന്ന് കൗൺസിലിംഗ് കൊടുക്കണം പറഞ്ഞ് പല ടീച്ചേഴ്സും ഉണ്ട് അതങ്ങനെ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ADHD സിംറ്റംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ്. അതായത് കുട്ടി വീട്ടിലും ഒരേ സ്വഭാവം കാണിക്കുന്നു, സ്കൂളിലും ഒരേ സ്വഭാവം ഈ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ADHD ആവാം. അതേ സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സ്കൂളിൽ ചില ടീച്ചേഴ്സിന്റെ ചില ക്ലാസ്സുകളിൽ മാത്രം പ്രശ്നമാണെങ്കിൽ അത് ADHD ഒന്നും പറയാൻ പറ്റില്ല. അത് എന്താണ് കുട്ടിക്ക് എന്താണ് ആ ടീച്ചേഴ്സിനെ പറ്റാത്തതോ, ചില സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടാത്തതോ അതൊക്കെ ആയിരിക്കാം. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ ഈ ADHD കുട്ടികളെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത എന്താ ഡിസ്ട്രാക്റ്റഡ് എന്നൊക്കെ പറയും പോലെ അങ്ങനെ ചെതറിക്കെടുക്കുക. അവരൊരു സമയത്ത് പറയുന്നതല്ല വേറെ മിനിറ്റിൽ പറയാം. ചിലപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ കാര്യമായിട്ടില്ല മറ്റൊരു ടീച്ചറോട് പറയാം. ചിലപ്പോൾ നുണ മാനിപ്പുലേഷൻ ഉണ്ടാവും ടീച്ചർ കുട്ടികളുടെ കാര്യത്തിൽ. ഈ ADHD നുണ പറയുന്ന രീതി കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഒക്കെ നമ്മൾ സിംറ്റംസുകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ADHD കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൈകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്, കൈ കൊണ്ടൊന്നും അവർ അടങ്ങിയിരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ചില സമയത്ത് എന്താ പെട്ടെന്ന് ചില 5 മിനിറ്റിലൊക്കെ ഭയങ്കര വയലന്റ് ആയി കളിച്ചുകൊണ്ട് കുട്ടി ഒരു സെക്കൻഡ് കുട്ടി സൈലന്റ് ആവും. ഇതൊക്കെ ADHD സിംറ്റംസ് ആണ്. ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് അതിലേക്ക് പോവരുത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ADHD കുട്ടിക്ക് ബിഹേവിയർ തെറാപ്പി തന്നെയാണ് സാധാരണ കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ എന്താണ് പിന്നെ രക്ഷിതാക്കളും കൂടെ എന്താണ് മെഡിക്കേഷനും കാര്യങ്ങളും കൊടുത്താൽ
ഇങ്ങനത്തെ ADHD അല്ലാത്ത കുട്ടിക്ക് കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. എന്താണ് കുട്ടീന്റെ പ്രയാസം പ്രശ്നങ്ങൾ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എനിക്ക് സ്കൂൾക്ക് പോകണ്ട, എനിക്ക് പഠിക്കണ്ട, പഠിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാന് അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാൻ ഇഷ്ടമല്ല. സ്കൂളിൽ പോകാത്ത കാരണങ്ങൾ നമുക്ക് പിന്നെ ഇപ്പൊ തൽക്കാലം ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി കുട്ടീനെ പഠിപ്പിക്കുക. അതെന്താണ്, പഠിച്ചാൽ മാത്രമേ നല്ലൊരു ഫുട്ബോളർ ആവും, നല്ല രീതിയിൽ ജോലി കിട്ടാൻ ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നത്, അത് വെച്ചിട്ട് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അത് പറ്റും. കുട്ടിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടൊരു ക്വാളിറ്റി നിലവിലുണ്ടല്ലോ, ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പൊ എന്താണ് അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു, ഇത് കളിച്ചാൽ മാത്രം പോലെ എവിടെയെങ്കിലുമൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ എന്താണ് ഈ കളിക്കുന്നതിന് കൂടെ പഠിക്കുകയും കൂടി വേണം. പിന്നെ സ്കൂളിൽ പോകാൻ മടിയുള്ള റീസൺ എന്താണെന്ന് നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നതിന് പകരം കുട്ടീന്റെ ചുറ്റുപാടിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് കുട്ടി പോവാത്തത്, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പോകുന്ന വഴികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് മാത്രം എന്താണ് ഒരു ട്രീറ്റ്മെന്റും കാര്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇവർ ഈ ADHD ആണ് എന്നുള്ളത് എങ്ങനെയാ അത് കണ്ടെത്തിയത്, മനസ്സിലായത്, കാണിച്ചോ, ഡോക്ടറെ കാണിച്ചോ? അല്ല ബിഹേവിയർ കൗൺസിലർ ഉണ്ട്, അവര് കൗൺസിലറായിട്ട് കുട്ടിനോട് സംസാരിച്ചിട്ടൊക്കെയാണ് അവർ അങ്ങനെയാണ് പറഞ്ഞത്, അവരെ മിസ് പറഞ്ഞത് ആ കുട്ടി ADHD ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കൃത്യമായി നമ്മള് കുട്ടീനെ ട്രീറ്റ് ചെയ്യണം കേട്ടോ, ആ രീതിയിലാണെങ്കിൽ. ബിക്കോസ് ഐ എം എ ബിഹേവിയർ തെറാപ്പിസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ADHD എന്ന് പറയുന്ന ഒരവസ്ഥ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ കൃത്യമായി BTനെ കാണണം, ബിഹേവിയർ തെറാപ്പിസ്റ്റുമായിട്ട് സെഷൻസ് ഇരിക്കണം. അവര് കൃത്യമായി പറയും സെൻസറി പ്രോബ്ലം ആണോ, അല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ, കുട്ടിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഏതിലൊക്കെ. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇൻ കേസ് ADHD ആണെങ്കിലും ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക, ADHD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയല്ല, അതിനെ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നതല്ല, നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാം. അതിന്റെ ബാഡ് ഹാബിറ്റ്സ് മാറ്റി കുട്ടീനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ പ്രോസസ് വൈസ് തന്നെ കുട്ടീനെ കൊണ്ടുപോവുക. അല്ലാതെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നു അവൻ ഒച്ച ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആണ് നമ്മളങ്ങ് സ്ഥിരീകരിക്കരുത്. കൃത്യമായ ഇതിൽ തന്നെ നോക്കുക, മുന്നോട്ട് പോവുക. വളരെ തന്നെയാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ?